Good evening students. JEE Express ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് 6 മണി തൊട്ട് 8 മണി വരെ വേ ഓപ്റ്റിക്സിന്റെ ക്ലാസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഒരു സെലിബ്രേറ്റിംഗ് മൂഡിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു 2 മണിക്കൂർ കൂടെ നമുക്കൊന്ന് പഠിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസും സെലിബ്രേഷൻസും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ JEE Expressൽ ഇന്ന് ഫിസിക്സിന്റെ ക്ലാസ് വേ ഓപ്റ്റിക്സ്. രാവിലെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി, പിന്നെ അതാ വേ ഓപ്റ്റിക്സ്. വേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്റർ അതായത് ക്ലാസ് 12ലെ ചാപ്റ്ററാണ്. പക്ഷെ JEE മെയിനിലേക്ക് വരുമ്പോൾ 100% നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ ചാപ്റ്ററാണ് വേ ഓപ്റ്റിക്സ്. കാരണം അത് പൊതുവേ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് 3 റീജിയനിലേക്കാണ് ഈ ചാപ്റ്റർ പോകുന്നത്. ഒന്ന് ഇൻ്റർഫിയറൻസ് ആണ്, രണ്ടാമത്തത് ഡിഫ്രാക്ഷൻ ആണ്, മൂന്നാമത്തത് പോളറൈസേഷൻ. അതായത് ഇൻ്റർഫിയറൻസിൽ നിന്നോ ഡിഫ്രാക്ഷനിൽ നിന്നോ പോളറൈസേഷനിൽ നിന്നോ ഉറപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 100% നമുക്ക് ഉറപ്പാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. പ്രത്യേകിച്ച് ഇൻ്റർഫിയറൻസിൽ നിന്നും പോളറൈസേഷനിൽ നിന്നും നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കത് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മിക്സഡ് കൺസെപ്റ്റ്സുകൾ ഉണ്ടാവും, കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് ഇൻഡയറക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു സെഷൻ തീർന്നു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ മനസ്സിലാവാത്തൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിതോടെ ക്ലിയർ ആവും. അതോടൊപ്പം പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഒരു ടാക്ടിക്സ് കൂടെ നമുക്ക് മനസ്സിലാവും. ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് രീതിയിലാണ്. സോ വേ ഓപ്റ്റിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇൻ്റർഫിയറൻസ്, പിന്നീട് നമുക്ക് ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും JEE Main ആണ് നമ്മൾ നോക്കുന്നത്. ജാനുവരിയിലാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ വരുന്നത്. സോ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ NITസിലും IITസിലേക്കുമാണ് പോകുന്നത്. സോ വേ ഓപ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എൻജിനീയറിംഗ് ലെവലിലേക്ക് വേ ഓപ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ആർക്കെങ്കിലും പറയാമോ ഇൻ്റർഫിയറൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയാൻ പറ്റുമോ? ഇൻ്റർഫിയറൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ഭാവിയിൽ എൻജിനീയേഴ്സ് ആവാൻ പോകുന്നവരാണ്. ഇൻ്റർഫിയറൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാൻ പറ്റുമോ? എന്താണ് ഇൻ്റർഫിയറൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ? ഇൻ്റർഫിയറൻസ് ഉണ്ട്, ഡിഫ്രാക്ഷൻ ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്. എന്താണ് നമുക്ക് ഇൻ്റർഫിയറൻസിനെ പറ്റി പറയാനുള്ളത്? ഇൻ്റർഫിയറൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് ഇൻ്റർഫെറോമെട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇൻ്റർഫെറോമെട്രി ഭാവിയിൽ നിങ്ങളൊക്കെ മദ്രാസ് IITയിൽ അഡ്മിഷൻ എടുക്കുമെന്നുള്ള പ്രതീക്ഷിക്കുകയാണെങ്കിൽ മദ്രാസ് IITയിൽ ഒപ്റ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്ലൈഡ് ഒപ്റ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചിൽ ഇന്നിപ്പോൾ അവിടെ ഒരു വലിയൊരു റിസർച്ച് നടക്കുകയാണ്. അതായത് ഒപ്റ്റിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു റിസർച്ച് നടക്കുന്നുണ്ട്. MP കൊപ്തിയാൽ എന്ന പ്രൊഫസറിൻ്റെ കീഴിലാണ് ആ റിസർച്ച് നടക്കുന്നത്. സോ ഇന്ന് ക്രിസ്മസ് ആണ്, നമ്മളിവിടെ ക്ലാസ് പഠിക്കുന്നു, IITയിൽ വലിയ റിസർച്ച് നടക്കുന്നു. അതാണ് IITയും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഞാൻ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സോ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോകണം. സോ ആ ഇൻ്റർഫിയറൻസിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ജനറലി ഇൻ്റർഫെറോമെട്രി എന്ന് പറയുന്ന ഒരു സയൻസാണ്, മെഷർമെൻ്റ് ആണ്. ആ സയൻസ് ബേസിക്കലി ഡീൽസ് വിത്ത് മെഷർമെൻ്റ് ആണ്. പിന്നീട് ഡിഫ്രാക്ഷൻ ഉണ്ട്. ഡിഫ്രാക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 3D ഇപ്പോൾ നമ്മൾ 3D ഫിലിമുകളൊക്കെ കാണുന്നുണ്ട്. 3D ആയി 4D ആയി 5Dയിലേക്ക് വരെ വരുന്നു. സോ 3D ഇമേജിങ് എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ എന്നൊരു കൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഹോളോഗ്രാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഹോളോഗ്രാം എന്നൊക്കെ പറയുന്നത് ഡിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നീട് മൂന്നാമത്തതാണ് പോളറൈസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം പോളറൈസേഷൻ്റെ ആപ്ലിക്കേഷൻ പോളറോയിഡ് ക്യാമറയാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ക്യാമറ ഇങ്ങനെ അടിക്കുമ്പോൾ അപ്പം തന്നെ അതിനകത്തൊരു ഫിലിം വന്ന് ഇമേജ് പുറത്തേക്ക് വരുന്നു. സോ പോളറോയിഡ് ഇസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് പോളറൈസേഷൻ. പിന്നെ നമ്മുടെ സൺഗ്ലാസുകൾ, നമ്മൾ അത്ര കഠിനമായ ചൂടിൽ നിന്ന് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് സൺഗ്ലാസ്. സ്റ്റൈലിനും വയ്ക്കാറുണ്ട് അല്ലേ? റെയ്ബാനും ഗുച്ചിയുടെ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല വിലയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പോളറോയിഡ് ഗ്ലാസ്സുകൾക്ക് ഭയങ്കര വില കൂടുതലാണ്. കാര്യം സണ്ണിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പോളറോയിഡുകൾ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ നമുക്ക് ഇതൊന്നും അല്ല ബേസിക്കലി നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ ആ ചോദ്യം നമുക്ക് ഇത്തവണ ചെയ്യാൻ പറ്റണം.
JEE Main സെഷൻ 1-നായാലും സെഷൻ 2-നായാലും വേ ഓപ്റ്റിക്സിൽ നിന്നൊരു ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ്റർഫിയറൻസ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ്. സോ ഇൻ്റർഫിയറൻസ് കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പിക്ക് ചെയ്യാം. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യനും നോക്കിക്കോളുക. ഇൻ YDSC experiment, ratios of intensity of bright band, ratios of intensity of a bright band and a dark band is 16:1. The ratio of amplitude of interfering wave is. Okay, എല്ലാവരുടെയും കമൻസുകളൊക്കെ വരുന്നുണ്ട്. ഗുഡ് ഈവനിങ് സിദ്ധാർത്ഥ്. യെസ്, കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ തിയറി എടുക്കുമോ? അതെ, എടുക്കും. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ തിയറി കൂടെ ഡ്രാഗ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ തിയറിയിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു YDSC എക്സ്പെരിമെൻറ്റിലെ റേഷ്യോ ഓഫ് ബ്രൈറ്റ് ബാൻഡ് ആൻഡ് ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നത് 16:1 എന്നാണ്. അതായത് ബ്രൈറ്റ് ബാൻഡ് മീൻസ് നമുക്കറിയാം പാറ്റേൺ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആയിരിക്കും. ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആയിരിക്കും. സോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർഫിയറൻസ് എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇൻ്റർഫിയറൻസ് എന്താണ്? ഒന്നോ രണ്ടോ വേവുകളുടെ സൂപ്പർ ഇമ്പോസിഷൻ. ഒന്നോ രണ്ടോ വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ആ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന റീജിയണിലെ ഇൻറ്റൻസിറ്റി മോഡിഫൈഡ് ആവും. അതായത് രണ്ട് വേവുകൾ, വേവ് 1ഉം വേവ് 2ഉം സൂപ്പർ ഇമ്പോസ് ചെയ്താൽ ആ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന റീജിയണിലെ ഇൻറ്റൻസിറ്റി വേവ് 1ൻ്റെ ഇൻറ്റൻസിറ്റിയും ആയിരിക്കില്ല, വേവ് 2ൻ്റെ ഇൻറ്റൻസിറ്റിയും ആയിരിക്കില്ല. സോ ദ എനർജി ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ്. ആ ഫിനോമിനയുടെ പേരാണ് ഇൻ്റർഫിയറൻസ്. സോ എപ്പോഴും മനസ്സിലാക്കണം, ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിയാണ്. എനർജിയുടെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതാണ് ഇൻ്റർഫിയറൻസ്. സോ ഇൻ്റർഫിയറൻസ് എന്ന ഫിനോമിനയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. സോ തൽക്കാലം നമുക്ക് രണ്ട് വേവുകൾ ഇവിടെ കൺസിഡർ ചെയ്യാം. സോ ഒരു വേവിൻ്റെ ആദ്യത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി I1 ആണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. സോ I പ്രപ്പോർഷണൽ ടു A² എന്ന കൺസെപ്റ്റ് നമ്മൾ മറക്കരുത്. സോ അങ്ങനെ വരുമ്പോൾ രണ്ട് വേവുകൾ, ഒന്ന് I1 ഒന്ന് I2. സോ I1/I2ൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് A1/A2 ദ ഓൾ സ്ക്വയർ. സോ A1 ആംപ്ലിറ്റ്യൂഡാണ്, A2ഉം ആംപ്ലിറ്റ്യൂഡാണ്. യെസ്, ഫോർത്ത് ഓപ്ഷൻ പറയുന്നുണ്ട് ടെക്മോൻ എന്നാണ് വായിക്കുന്നത്. 5:3 ആണ് ആൻസർ. ഓക്കെ, ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ I1/I2 = A1/A2 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് മനസ്സിലാക്കണം, രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ആ വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല, അതായത് നെറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് I1 + I2 + 2√I1I2 cos phi എന്നാണ്. I1 + I2 + 2√I1I2 cos phi. Phi മീൻസ് ഫേസ് ഡിഫറൻസ് ആണ്. ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. സോ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല നമ്മൾ എഴുതി. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന റേഷ്യോസ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ബ്രൈറ്റ് ബാൻഡ് ആൻഡ് ഡാർക്ക് ബാൻഡ് ആണ്. സോ ബ്രൈറ്റ് ബാൻഡിൻ്റെയും ഡാർക്ക് ബാൻഡിൻ്റെയും ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, Imax സംഭവിക്കണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ് സംഭവിക്കേണ്ടത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് സംഭവിക്കണമെങ്കിൽ ഫേസ് ഡിഫറൻസ്, അതായത് ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം കോസ് ഫൈൻ്റെ വാല്യൂ 1 ആണ്. കോസ് ഫൈൻ്റെ വാല്യൂ 1. സോ കോസ് ഫൈക്ക് നിങ്ങളിവിടെ 1 കൊടുത്താൽ Imaxൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √I1 + √I2 ദ ഹോൾ സ്ക്വയർ വരും. √I1 + √I2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് Imaxൻ്റെ വാല്യൂ. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഇനി I മിനിമം എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ് I മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് ഇൻ്റർഫിയറൻസ് ആണ്? പറഞ്ഞോളൂ, ഏത് ഇൻ്റർഫിയറൻസ് ആണ് I മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത്? പറയൂ. യെസ്,
destructive interference ആണ്. So I minimum is equal to root I1 minus root I2 the whole square. So I maxും I minimum. ഇനി നിങ്ങൾ മനസ്സിലാക്കണം I max by I minimum എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിവൈഡ് ചെയ്താൽ മതി. ഓൾറെഡി നമുക്കറിയാം ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. I max by I minimum is equal to A1 plus A2 divided by A1 minus A2 the whole square. Because I proportional to A square ആണ്. അപ്പോൾ A proportional to root I ആണ്. സോ root I1 വന്നതുകൊണ്ട് A1 വിളിച്ചു. സോ I max by I minimum is equal to A1 plus A2 the whole square ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ തിയറി അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഈ തിയറി വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ബേസിക് തിയറി പഠിക്കുക, പ്രോബ്ലംസ് ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൂടെ പഠിച്ചു. കണ്ടോ, I1 by I2 ഇൻറ്റൻസിറ്റി, രണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ I1 by A2 = A1 by A2 ദ ഹോൾ സ്ക്വയർ, അതൊരെണ്ണം പഠിച്ചു. രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവരുടെ ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല I1 plus I2 plus 2 root I1 I2 cos phi. അപ്പോൾ phi ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഫേസ് ഡിഫറൻസ് ആണ് phi. അപ്പോൾ നമുക്കറിയാം cos phi 1 ആവണം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിൽ, cos phi -1 ആവണം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിൽ. സോ I max by I minimum is equal to root I1 plus root I2 by root I1 minus root I2 the whole square. അത് ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ എഴുതിയാൽ A1 plus A2 the whole square ഡിവൈഡഡ് ബൈ A1 minus A2 the whole square. ഇതായിരിക്കണം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രൈം ഫോർമുല. ഇനി ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും വായിച്ച് നോക്കിയാൽ I max by I minimത്തിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. യെസ്, എല്ലാവരും പറയൂ. യെസ്, I max by I minimത്തിൻ്റെ റേഷ്യോ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് 16:1. സോ I max by I minimത്തിൻ്റെ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം 16/1. സോ 16/1 is equal to A1 plus A2 divided by A1 minus A2 the whole square. ഇനി ബാക്കി കാര്യങ്ങൾ വളരെ നിസ്സാരമാണ്. ഇതിൻ്റെ റൂട്ട് എടുക്കുക. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? A1 plus A2 by A1 minus A2ൻ്റെ ആൻസർ 4:1 എന്ന് കിട്ടും. സോ A1 plus A2 by A1 minus A2 is equal to 4 എന്ന് കിട്ടും. ഇനി എല്ലാവരും ഒന്ന് സോൾവ് ചെയ്തേ. എല്ലാവരും ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരൂ. A1 by A2ൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തന്നെ എല്ലാവരും. പറയൂ. Yes. A1 by A2ൻ്റെ വാല്യൂ. യെസ്, ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. ഗുഡ്. കോൾ മീ ബൈ യുവർ കറ്റാസ്ട്രോഫ്. യെസ്, നിങ്ങളുടെ പ്രൊഫൈൽ നെയിമുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കോൾ മീ ബൈ യുവർ കറ്റാസ്ട്രോഫ്. യെസ്, സിദ്ധാർത്ഥ് സ്മിതയൊക്കെ ആൻസർ പറയുന്നുണ്ട്. 5:3. യെസ്, റൈറ്റ്. സോ A1 by A2 is equal to 5:3 എന്നുള്ള ആൻസർ കിട്ടും. സോ ഈ ബേസിക് ഇക്വേഷൻസ് ഓർമ്മയിൽ വയ്ക്കണം. ഇത് മറക്കരുത്. I max by I minimum is equal to A1 plus A2 the whole square by A1 minus A2 the whole square. I max in the formula root I1 plus root I2 the whole square. I minimത്തിൻ്റെ ഫോർമുല root I1 minus root I2 the whole square. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ വന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ വേറൊരു സാധ്യത കൂടെ പറയുകയാണ്. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് ഫ്രം CTK ക്യാമ്പസ്, ഷാലിൻ സാർ ഫ്രം CTK ക്യാമ്പസ്. യെസ്, ഷാലിനെ ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ റൊട്ടേഷണൽ മോഷൻ എടുത്ത ക്ലാസ്സാണ്. അവിടെ ആകെ ഒരു ക്ലാസ് ഞാൻ എടുത്തുള്ളൂ അല്ലേ.
യെസ് ഷാലിനെ മനസ്സിലാവുന്നുണ്ട്. ഷാലിൻ നമ്മുടെ ഒരു JEE Main ടോപ്പർ കൂടെയാണ്. നമ്മുടെ അടുത്ത JEE Main എക്സാമിൽ വൺ ഓഫ് ദ ടോപ്പർ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, യെസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ A1 + A2 / A1 - A2 ആൻസർ എല്ലാവരും പറഞ്ഞിരിക്കുന്നു 5/3 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ എടുക്കുന്ന രണ്ട് വേവുകളുടെയും ഇൻറ്റൻസിറ്റി സെയിം ആണ് എന്ന് വിചാരിക്കുക. സോ ഞാൻ എടുക്കുന്ന രണ്ട് വേവുകളുടെയും ഇൻറ്റൻസിറ്റി സെയിം ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അതായത് ഇഫ് I1 = I2 നമുക്ക് ഉറപ്പിക്കാം A1 = A2 ആണ്. സോ വാട്ട് ഈസ് Imax? √I + √I the whole square. So 2√I the whole square. So ആൻസർ 4I എന്ന് കിട്ടും. സോ രണ്ട് വേവുകളുടെയും ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടന്നു കഴിയുമ്പോൾ അവിടുത്തെ Imaxൻ്റെ വാല്യൂ 4I ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, മൈനസ് വരുമ്പോൾ ആൻസർ 0 വരും. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കുമ്പോൾ ആൻസർ 4Iയും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കുമ്പോൾ ആൻസർ 0യുമാണ്. ഇഫ് ബോത്ത് വേവ്സ് ആർ ഹാവിങ് സെയിം ഇൻറ്റൻസിറ്റി, രണ്ട് വേവുകളുടെയും ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ, രണ്ട് വേവുകളുടെയും ആംപ്ലിറ്റ്യൂഡുകൾ സെയിം ആണ് എങ്കിൽ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റിയെ നമുക്ക് 4I എന്ന് വിളിക്കാം, മിനിമം ഇൻറ്റൻസിറ്റിയെ നമുക്ക് 0 എന്നും വിളിക്കാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം. ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ പഠിച്ചാൽ, നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ IR is equal to I1 + I2 + 2√I1 I2 cos phi. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വേവുകളുടെയും ഇൻറ്റൻസിറ്റി സെയിം ആണ്. സോ ആൻസർ 2I വരും. പ്ലസ് ഐയും I² വന്നു. സോ 2I cos phi വന്നു. നമ്മൾ 2I പുറത്തെടുത്താൽ അത് 1 + cos phi എന്നായി. സോ ഇതെഴുതി വരുമ്പോൾ നമുക്ക് 2I × 1 + cos phiക്ക് പകരം നമുക്ക് 2 cos² phi/2 എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ 4I cos² phi/2 എന്ന റിലേഷനിലേക്ക് വരും. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മ പറഞ്ഞേ. യെസ്, ഇൻ്റർഫിയറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ഇൻ്റർഫിയറൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അലോങ് വിത്ത് പോളറൈസേഷനും. ഡിഫ്രാക്ഷൻ വളരെ ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫ്രീക്വൻസി വളരെ കുറവാണ് കണ്ടുവരുന്നത്. പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും. സോ യെസ് 4I cos² phi/2 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 4I cos² phi/2. സോ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല 4I cos² phi/2. 4I എന്താണ്? മാക്സിമം ഇൻറ്റൻസിറ്റി, Imax. സോ 4Iനെ നമുക്ക് Imax എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4I ഈസ് നോൺ ആസ് Imax. സോ ഇത്രയും തിയറി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു എക്സ്ട്രാ കാര്യം കൂടെ ഞാനിവിടെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ ഇക്വേഷൻ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ബ്രില്യൻറ്റിന് പുറത്തുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടെ ഈ ഒരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞു തരികയാണ്. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്നൊരു കൺസെപ്റ്റാണ്. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്നൊരു ഫോർമുലയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ചോദിക്കുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചോദിക്കുമെന്ന് നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. അത് ആ ഇൻഡ്യൂഷൻ പലപ്പോഴും വർക്ക് ചെയ്യാറാണ് പതിവ്. സോ ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഫോർമുല പഠിച്ചു വയ്ക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് വെച്ചാൽ Imax - Imin ഡിവൈഡഡ് ബൈ Imax + Imin എന്നാണ്. Imax - Imin. സോ ഫ്രിഞ്ച് വിസിബിലിറ്റി ഈസ് Imax - Imin ഡിവൈഡഡ് ബൈ Imax
പ്ലസ് ഐ മിനിമം എന്ന് മറക്കണ്ട. സോ ഇതാണ് ഫ്രിഞ്ച് വിസിബിലിറ്റി. ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്താൽ ഐ മാക്സിൻ്റെ ഫോർമുല എന്താണ്? റൂട്ട് ഐ വൺ പ്ലസ് റൂട്ട് ഐ ടു ദ ഹോൾ സ്ക്വയർ. ഐ മിനിമത്തിൻ്റെ ഫോർമുല എന്താണ്? റൂട്ട് ഐ വൺ മൈനസ് റൂട്ട് ഐ ടു ദ ഹോൾ സ്ക്വയർ. ഇതെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ ഫൈനലി നമുക്കൊരു ആൻസർ കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, 2 റൂട്ട് ഐ വൺ ഐ ടു ഡിവൈഡഡ് ബൈ ഐ വൺ പ്ലസ് ഐ ടു. പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ. ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു ഫോർമുലയും പുതിയതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ Fringe visibility, I max minus I minimum divided by I max plus I minimum. Very important equation. Yes. So എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇത് എഴുതിയിട്ടോളുക. ചില ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമ്മുടെ മനസ്സ് പറയും, അതുപോലെ തന്നെ വരാറുണ്ട്. പ്രത്യേകിച്ച് JEE മെയിനിന് നമുക്ക് ഇത്രയും 2 ഷിഫ്റ്റും ഇത്രയും സെഷൻസും ഉള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു സെഷനിൽ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, സോ ഈ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. കാര്യം അങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും സെലക്ട് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദം എന്നുള്ള രീതിയിലാണ്. സോ ഫ്രിഞ്ച് വിസിബിലിറ്റിയോടെ നമ്മുടെ കോൺസെപ്റ്റുകൾ ഇവിടെ നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതുവരെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യെസ്, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 2 ബീംസ് ഓഫ് ലൈറ്റ് ഉണ്ട്. 2 ബീംസ് ഓഫ് ലൈറ്റ് ഹാവിങ് ഇൻറ്റൻസിറ്റി I ആൻഡ് 4I. ഒരെണ്ണത്തിൻ്റെ I, ഒരെണ്ണത്തിൻ്റെ 4I interfere ചെയ്യുന്നു to produce a fringe pattern on the screen. The phase difference between the beams is pi by 2. അതായത് 2 വേവുകളുടെ ഫേസ് ഡിഫറൻസ് π/2 ആണ് അറ്റ് എ പോയിന്റ് എ. സോ എയിൽ ചെന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവരുടെ ഫേസ് ഡിഫറൻസ് π/2ഉം ബിയിൽ ചെന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവരുടെ ഫേസ് ഡിഫറൻസ് പൈയുമാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ഇൻറ്റൻസിറ്റിയും ബിയിലെ ഇൻറ്റൻസിറ്റിയും കണ്ടുപിടിച്ചിട്ട് അവരുടെ ഡിഫറൻസ് എടുക്കണം. സോ ഫസ്റ്റ് നമുക്ക് ഇൻറ്റൻസിറ്റി അറ്റ് എ എടുക്കാം. ഇൻറ്റൻസിറ്റി അറ്റ് എ ജനറൽ ഫോർമുല എന്താണ്? I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 cos phi. I1 ആരാണ്? I2 ആരാണ്? 4I പ്ലസ് 2 റൂട്ട് I1 I2 I ഇൻറ്റു 4I cos phi. എത്രയാണ് cos phi? π/2. സോ cos 90 0 ആണ്. സോ ഇൻറ്റൻസിറ്റി അറ്റ് എ ബിക്കംസ് 5I. ഇൻറ്റൻസിറ്റി അറ്റ് എ ബിക്കംസ് 5I. ഇനി അടുത്തത് ഇൻറ്റൻസിറ്റി അറ്റ് ബി ആണ്. ബിയിലെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ആണ്. ബിയിലെ ഫേസ് ഡിഫറൻസ് പൈ. സോ ഫേസ് ഡിഫറൻസ് പൈ വരുമ്പോൾ cos പൈ -1 ആണ്. cos phi -1 ആകുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. I പ്ലസ് 4I -2 ഇൻറ്റു റൂട്ട് ഓഫ് I ഇൻറ്റു 4I cos phi -1 cos 180. സോ ഇതിൻ്റെ ആൻസർ IB. ഇതിൻ്റെ ആൻസർ എത്ര വരും? I പ്ലസ് 4I 5I, ഇവിടെ 2I 4I. സോ യെസ്, cos phi ഒരിടത്ത് 0, ഒരിടത്ത് 180. സോ 5I മൈനസ് 4I. സോ ആൻസർ I. സോ എയിലെ ഇൻറ്റൻസിറ്റി 5Iയും ബിയിലെ ഇൻറ്റൻസിറ്റി 4Iയുമാണ്. കാരണം ബിയിലെ ഫേസ് ഡിഫറൻസ് 180 ആണ്. 180 ഫേസ് ഡിഫറൻസ് വന്നാൽ അതിനർത്ഥം എന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഫോർമുല? റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ എടുക്കണം. സോ ദ ഫൈനൽ ആൻസർ ഈസ്
5i minus 4i, the answer is I എന്ന് വരും. സോ എയിലെ ഇൻറ്റൻസിറ്റി 5iയും ബിയിലെ ഇൻറ്റൻസിറ്റി ഐയും ആണ്. അവർ ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ്. സോ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ പറയൂ എല്ലാവരും. ഇതെങ്കിലും ഒന്ന് പറയടാ. ഇത്രയേ ഞാൻ ചെയ്തില്ലേ? ഫൈനൽ ആൻസർ 5i മൈനസ് 4i ഐ ആണ്. എയിലെ 5i, ബിയിലെ ഐ. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 5i മൈനസ് ഐ, ദ ആൻസർ ഈസ് 4i വരും. എയിലെ ഇൻറ്റൻസിറ്റിയുടെയും ബിയുടെ ഇൻറ്റൻസിറ്റിയുടെയും ഡിഫറൻസ് എടുത്താൽ ആൻസർ നമുക്ക് 4i കിട്ടും. സോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിയുടെ ആപ്ലിക്കേഷനാണ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇത് ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 1:3 ആണ്. സോ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ 1:3 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി. സോ ഐ മാക്സ് ബൈ ഐ മിനിമം ചോദിച്ചിട്ടുണ്ട്. ഐ മാക്സ് ബൈ ഐ മിനിമത്തിൻ്റെ ഫോർമുല എന്താണ്? A1 plus A2 by A1 minus A2 the whole square. ഇതാണ് ഐ മാക്സ് ബൈ ഐ മിനിമത്തിൻ്റെ ഫോർമുല. നമുക്ക് A1 by A2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ A1 by A2 1/3 ആണെങ്കിൽ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ, പഴയ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആണ്, കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ ഉപയോഗിച്ചാൽ A1 plus A2 divided by A1 minus A2 is equal to 1 plus 3 divided by 3 minus 1. അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് A1 plus A2 divided by A1 minus A2. So the answer is 4/2. So കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ A by B equal to C by D ആണെങ്കിൽ A plus B by A minus B equal to C plus D by C minus D. So A1 plus A2 by A1 minus A2. 1 plus 3. 1 plus 3 വരുമ്പോൾ നമുക്ക് എത്ര വരും? 4 വരും. 1 minus 3 വരുമ്പോൾ നമുക്ക് -2 വരും. പക്ഷേ ഇവിടെ സ്ക്വയറിംഗ് ആണ് വരുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുമ്പോൾ 2 വരും. സോ A1 plus A2 by A1 minus A2ൻ്റെ ആൻസർ 2 വരും. സോ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 4 ആണ്. സോ 4:1 ആണ് നമ്മുടെ ആൻസർ. യെസ്, എല്ലാവരും ക്ലിയർ ആക്കിയിട്ടുണ്ട്, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ ഡയറക്റ്റ് നമുക്ക് A1 by A2 equal to 1/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, A1 plus A2 എടുക്കുക, അല്ലെങ്കിൽ A2 plus A1 എടുക്കുക, A2 minus A1 എടുക്കുക. A1 plus A2 by A1 minus A2, അല്ലെങ്കിൽ A2 plus A1 അല്ലെങ്കിൽ A2 minus A1, ഒരു പ്രശ്നവുമില്ല. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ നിലവിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്ന സാഹചര്യങ്ങളിൽ പാർട്ടാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്. സോ YDSCക്ക് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മളിത് 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. യെസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, YDSC എക്സ്പെരിമെൻ്റ് ആണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. സോ വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് YDSCയിൽ പറഞ്ഞു പോവുകയും അതോടൊപ്പം നമുക്ക് അതിൻ്റെ പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യാം. സോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് പോവാം. സോ യെസ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് നോക്കാം. യെസ്, YDSC എക്സ്പെരിമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻ്റർഫിയറൻസ് ആണ്. കുറേ ഇൻ്റർഫിയറൻസ് പാറ്റേണുകൾ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നു. അപ്പോൾ സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് 2 കൊഹറൻറ്റ് സോഴ്സസ് ആണ്. 2 സോഴ്സുകൾ അവർ കൊഹറൻ്റ് ആയിരിക്കണം. യെസ്, ആർക്കൊക്കെ പറയാം ഈ കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. കൊഹറൻറ്റ് സോഴ്സ് എന്താണ്? കൊഹറൻറ്റ് സോഴ്സ് കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഴ്സുകൾ എമിറ്റ് ചെയ്യുന്ന വേവുകളുടെ വേവ് ലെങ്ത് സെയിം ആയിരിക്കും,
ഫ്രീക്വൻസി സെയിം ആയിരിക്കും, അവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി അവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സോ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസും സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം ഫ്രീക്വൻസിയും ഉള്ള വേവുകൾ എമിറ്റ് ചെയ്യുന്ന സോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൊഹറൻറ്റ് സോഴ്സ്. സോ ഇവിടെ കണ്ടോ, നിങ്ങൾക്കൊരു സോഴ്സ് ഉണ്ട് S0. ഇതിൽ നിന്ന് വേവുകൾ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് പോലെ മുന്നോട്ട് വരുന്നു. ഈ ഒരൊറ്റ സിംഗിൾ സോഴ്സിൽ നിന്ന് 2 വെർച്വൽ സോഴ്സുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാനല്ല ക്രിയേറ്റ് ചെയ്ത്, എക്സ്പെരിമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തതാണ്. S1 ആൻഡ് S2 എന്നുള്ള 2 സ്ലിറ്റുകളാണ്. ഈ സ്ലിറ്റുകളെ നമ്മൾ വെർച്വൽ സോഴ്സ് എന്നാണ് വിളിക്കുന്നത്. റിയൽ സോഴ്സ് ഇതാണ്. ഇതിൽ നിന്ന് 2 വെർച്വൽ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർ കൊഹറൻ്റ് ആവുന്നത്. 2 ഇൻഡിപെൻഡൻറ്റ് ഇൻകാൻഡസൻ ലാമ്പുകൾക്ക് ഒരിക്കലും കൊഹറൻസ് തരാൻ പറ്റില്ല. സോ ഒരൊറ്റ സിംഗിൾ സോഴ്സിൽ നിന്ന് 2 സ്ലിറ്റുകൾ മുറിച്ചെടുത്തു. ആ സ്ലിറ്റിൽ കൂടെ ഇവിടെ ഇൻ്റർഫിയറൻസ് നടക്കുന്നു, വേവ്ലെറ്റുകൾ ഫോം ചെയ്യുന്നു. പല പല വേവുകൾ ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തു. ചിലയിടത്ത് മാക്സിമം കിട്ടുന്നുണ്ട്, ചിലയിടത്ത് മിനിമം, ചിലയിടത്ത് മാക്സിമം മിനിമം. 2 മാക്സിമങ്ങൾക്കിടയിൽ ഒരു മിനിമം വരുന്നുണ്ട്. മിനിമം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ മാക്സിമങ്ങളുടെ ഗ്യാപ്പ് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് കൺസ്ട്രക്റ്റീവ്, ദിസ് ഈസ് ഡിസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ്. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ് നമുക്ക് ഇൻ്റർഫിയറൻസ് പാറ്റേണിൽ കിട്ടുന്നത്. സോ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ബേസിക്കലി ഇതിൻ്റെ ന്യൂമറിക്കൽ സൈഡിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. സോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണിത്. സോ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രമാണിത്. സോ ആദ്യം തന്നെ നമുക്കിവിടെ നോക്കാം. ഒരു മൊണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വെർച്വൽ ലൈറ്റ് സോഴ്സുകളുണ്ട്, സ്ലിറ്റുകൾ S1 ആൻഡ് S2. S1ൽ നിന്ന് ഒരു വേവ് ചെന്ന് Pയിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്ത വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ S2ൽ നിന്ന് അടുത്തൊരു വേവ് വരുന്നുണ്ട്. സോ S1ൽ നിന്നൊരു വേവ്, S2ൽ നിന്നൊരു വേവ്. S1ൽ നിന്നും S2ൽ നിന്നും ഒരു വേവുകൾ വരുന്നുണ്ട്. ഈ വേവുകൾക്കൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പാത്ത് ഡിഫറൻസും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് ഏതാണ്? S1P, അതാണ് ആദ്യത്തെ പാത്ത്. രണ്ടാമത്തെ വേവിൻ്റെ പാത്ത് ഏതാണ്? S2P. അപ്പോൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എഴുതുമ്പോൾ ഡെൽറ്റ എക്സ് ആണ് ഇവിടുത്തെ പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസിൻ്റെ ഫോർമുല S2P മൈനസ് S1P. സോ S2P മൈനസ് S1P, ഇതാണ് പാത്ത് ഡിഫറൻസ്. ഈ പാത്ത് ഡിഫറൻസിനെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് മാർക്ക് ചെയ്തു. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്. ഫ്രം ദ ജോമെട്രി ഡി എന്ന് പറയുന്ന സ്ലിറ്റുകളുടെ സെപ്പറേഷനാണ്. സോ ഫ്രം ദ ജോമെട്രി നമുക്ക് പാത്ത് ഡിഫറൻസ് എഴുതാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെറിവേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഡി സൈൻ തീറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ. ഇനി നമുക്കിത് ഫേസ് ഡിഫറൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യണം. ഒരു വേവ് അടുത്ത വേവ്, ഈ 2 വേവുകൾക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. So this is the relationship between phase difference and path difference. So delta phi is equal to 2π by lambda into delta x. ഇനി നമുക്ക് നോക്കാം, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിൽ ഫേസ് ഡിഫറൻസിൻ്റെ ഫോർമുല 2nπ ആയിരിക്കണം. 2 വേവുകൾ തമ്മിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിൽ ഫേസ് ഡിഫറൻസ് ഷുഡ് ബി ഈക്വൽ ടു 2nπ. സോ n ഞാൻ 0, 1, 2 എക്സെട്ര കൊടുത്തു. സോ n 0 കൊടുക്കുമ്പോൾ ഫേസ് ഡിഫറൻസ് 0 വരും. അടുത്ത n 1 കൊടുക്കുമ്പോൾ 2π വരും. n 2 കൊടുക്കുമ്പോൾ അത് 4π വരും. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെ കണ്ടീഷൻ. നമുക്ക് അതുപോലെ തന്നെ അടുത്ത ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എടുത്താൽ ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. യെസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് 2n + 1 ഇൻറ്റു π. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 2n - 1 ഇൻറ്റു π എന്ന് കൊടുക്കാം.
ഒന്നിലെ 2n + 1 × π എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 2n - 1 × π എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ശരിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ശരിയാണ്. പക്ഷേ 2n + 1 π കൊടുക്കുമ്പോൾ എൻ്റെ വാല്യൂ ഷുഡ് സ്റ്റാർട്ട് ഫ്രം 0. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. 2n + 1 × π എന്നൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഷുഡ് ബി സ്റ്റാർട്ടിങ് ഫ്രം 0 ആയിരിക്കണം. 2n - 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഷുഡ് സ്റ്റാർട്ട് ഫ്രം 1 ആയിരിക്കണം. ക്ലിയർ ആണോ ഈ പറഞ്ഞ പോയിന്റ്? പലർക്കും ചില മിസ്റ്റേക്സ് വരുന്നതാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞേ, ഒന്ന് ഓക്കെ പറഞ്ഞേ. യെസ്. സോ നമുക്കിവിടെ 2n + 1 × π വരുന്നു, 2n - 1 × π വരുന്നു. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെ കണ്ടീഷനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്കത് പി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇൻ്റർഫിയറൻസ് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കാം. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ ഓൾറെഡി നമ്മളിവിടെ മെൻഷൻ ചെയ്തതാണ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2n π ആയിരിക്കണം. സോ ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 2n π ആയിരിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് നമ്മൾ കൊടുത്തു. ഇവിടുന്ന് 2π കട്ടായാൽ ഡെൽറ്റ എക്സിൻ്റെ ആൻസർ നമുക്ക് കിട്ടും n λ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ n λ ആയിരിക്കണം. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n λ. n ഷുഡ് സ്റ്റാർട്ട് ഫ്രം 0, 1, 2 ലൈക്ക്. സോ ഇഫ് n = 0, വാട്ട് ഈസ് ഡെൽറ്റ എക്സ്? പാത്ത് ഡിഫറൻസ് ഈസ് 0. അതായത് രണ്ട് വേവുകളുടെയും ഈക്വൽ ലെങ്ത് ആണ് പാത്ത് ലെങ്ത്. സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n λ. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. മറക്കണ്ട, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് കണ്ടീഷനാണ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n λ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഇതിനെ നമ്മൾ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ മാക്സിമ എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിനെ പറ്റി നോക്കണം. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിനെ പറ്റി നോക്കുമ്പോൾ നമുക്കറിയാം, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെ കണ്ടീഷൻ പറഞ്ഞാൽ 2n, ഞാൻ പ്ലസ് വെച്ച് കൊടുക്കുകയാണ്, 2n + 1 × π, ഇതാണ് ഫേസ് ഡിഫറൻസ്, ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ്. സോ നമ്മളവിടെ പൈ ഇവിടെ ക്യാൻസലായി. ഇതിനകത്ത് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n + 1/2 ഇൻറ്റു λ ഈക്വൽ ടു ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അപ്പോൾ കണ്ടോ, മാക്സിമയുടെ കണ്ടീഷൻ n λ, മിനിമയുടെ കണ്ടീഷൻ n + 1/2 ഇൻറ്റു λ. n + 1/2 മാത്രമല്ല, n - 1/2 ഇൻറ്റു λ നമുക്കിവിടെ ഉപയോഗിക്കാം. പക്ഷേ പ്ലസ് വരുമ്പോൾ n ഷുഡ് സ്റ്റാർട്ട് ഫ്രം 0, മൈനസ് വരുമ്പോൾ n ഷുഡ് സ്റ്റാർട്ട് ഫ്രം 1. So these are the condition of maximum interference and minimum interference. So maximum interference il path difference is n λ. Destructive interference അല്ലെങ്കിൽ മിനിമത്തിൽ path difference is n - 1/2 into λ. സോ ഇത്രയും കാര്യങ്ങളാണ് YDS സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു മാർക്കിംഗ് കണ്ടോ, y, അതായത് എത്ര ഡിസ്റ്റൻസ് മുകളിലാണ്. ഇത് S1 S2 സ്ലിറ്റുകളാണ്. സ്ലിറ്റുകളുടെ ബൈസെക്ടർ ലൈനാണ് ഈ പോകുന്നത്. അതാണ് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഫ്രിഞ്ച് ഉണ്ടായത്. അത് ബ്രൈറ്റ് ആവാം, ഡാർക്ക് ആവാം. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് y. ആ വൈയിൽ വേണമെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവാം. അതൊരു പ്രശ്നമല്ല. സോ അതാണ് നമ്മളിവിടെ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക.
യെസ്. സോ ജനറലി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ഈസ് ഡി സൈൻ തീറ്റ. സോ പാത്ത് ഡിഫറൻസ് ഈസ് ഡി സൈൻ തീറ്റ. ഇനി എല്ലാവരും ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ചാൽ, ഈ ഫിഗറിൽ ഞാൻ ചില എക്സ്ട്രാ മാർക്കിങ്സ് ഇവിടെ കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളുക. ഈ ഒരു പോയിന്റിനെ ഞാൻ എം എന്ന് വിളിച്ചു, ഈ ഒരു പോയിന്റിനെ ഒ എന്ന് വിളിച്ചു. സോ വി ഗോട്ട് എ ട്രയാങ്കിൾ ഒ പി എം. ഒ പി എം എന്ന ട്രയാങ്കിൾ എനിക്ക് കിട്ടി. അതിൽ ആംഗിൾ തീറ്റയാണ്. സോ ഒ പി എം എന്ന ട്രയാങ്കിളിൽ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തു. സോ അവിടെ ഞാൻ ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് വൈ ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ദൂരമാണ്. ഞാനതിനെ ക്യാപിറ്റൽ ഡി എന്ന് മെഷർ ചെയ്തു. നമ്മളങ്ങനെ ക്യാപിറ്റൽ ഡി എന്നാണ് ഇതിനെ പറയുന്നത്. സ്ലിറ്റിൻ്റെ ഗ്യാപ്പ് സ്മോൾ ഡിയും എൻറ്റയർ ഡിയും. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ ഡി. ഇവിടെ വളരെ വലിയ അസംഷൻസ് നമ്മളിവിടെ ചെയ്യുകയാണ്. തീറ്റ വളരെ ചെറുതാണ്. തീറ്റ വളരെ ചെറുതായതുകൊണ്ട് നമുക്കറിയാം സൈൻ തീറ്റ ക്യാൻ ബി റിട്ടേൺ ആസ് ടാൻ തീറ്റ. സോ തീറ്റ വളരെ ചെറുതായതുകൊണ്ട് വി ക്യാൻ അപ്രോക്സിമേറ്റ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റ കൊടുക്കാം. So delta x equal to d into what is tan theta? Y by d. So what is y? Capital D by small d into delta x. So y is a distance where the fringe is formed, and the formula of y is equal to d by d into delta x. d by d into delta x. So d by d into delta x. അപ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെങ്കിൽ ഡെൽറ്റ എക്സ് എൻ ലാംഡയാണ്. സോ ഡി ബൈ ഡി ഇൻറ്റു എൻ ലാംഡ. സോ ഡി ബൈ ഡി ഇൻറ്റു എൻ ലാംഡ, ഓർ ഇറ്റ് ഈസ് എൻ ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. എൻ ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബ്രൈറ്റ് ഫ്രിഞ്ച്. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബ്രൈറ്റ് ഫ്രിഞ്ച്. ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് എൻ ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. അതുപോലെ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കൂടെ നമുക്ക് പറയാൻ പറ്റും. ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കൂടെ ശ്രദ്ധിക്കുക. സോ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ പാത്ത് ഡിഫറൻസ് പറഞ്ഞതാണ് n പ്ലസ് 1/2 ഇൻറ്റു ലാംഡ equal to d into y by d, or y is equal to n plus 1/2 into lambda into capital D by small d. This is the distance from the central maximum or from the center where the dark fringe is formed. So bright fringe ആവുമ്പോൾ ഇവിടെ n lambda വരും, dark fringe ആവുമ്പോൾ n plus 1/2 lambda വരും. സോ ഇതാണ് വൈൻ്റെ മെഷർമെൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്നൊരു കൺസെപ്റ്റാണ്. എല്ലാവർക്കും അറിയാം ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണെന്ന്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ രണ്ട് ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. So fringe width എന്ന് പറഞ്ഞാൽ it is a separation between two dark fringes or two bright fringes. അത് രണ്ടിൻ്റെ എടുത്താലും ആൻസർ സെയിം ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന കൺസെപ്റ്റാണ്. സോ എല്ലാവരും ഓർത്ത് വയ്ക്കുക ഫ്രിഞ്ച് വിഡ്ത്ത്. സോ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഫോർമുല എന്താണ്? യെസ്, ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഫോർമുല ഈസ് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. So fringe width is equal to lambda capital D by small d. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കും ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ചോദിക്കും. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് അവർ ചോദിച്ചാൽ, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന ആംഗിളാണ്. നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. രണ്ട്
അഡ്ജസൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ എടുക്കുക, അല്ലെങ്കിൽ 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ഡാർക്ക് ഫ്രിഞ്ചുകൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, ഇതൊരെണ്ണം, ഇത് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയും. സോ ദിസ് ഈസ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്. സോ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് കൂടെ പഠിച്ചു വയ്ക്കുക. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് ലാംഡ ബൈ സ്മോൾ ഡി. ഈ ക്യാപിറ്റൽ ഡി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആൻസറായി. സോ ഇത് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ലാംഡ ബൈ ഡി, ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റർഫിയറൻസ് പാറ്റേണിലെ ബേസിക് ആയിട്ടുള്ള ഇത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ചില മോഡിഫിക്കേഷൻസ് നമ്മൾ YDSC എക്സ്പെരിമെൻറ്റിൽ വരുത്തുന്നുണ്ട്. അത് ഒരു നെക്സ്റ്റ് ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻ്റർഫിയറൻസ് YDSC കംപ്ലീറ്റഡ് ആവും. സോ ഫാർ എവരിത്തിങ് ക്ലിയർ അല്ലേ? യെസ്, സോ ഫാർ ക്ലിയർ ആണോ? യെസ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് വച്ചിട്ടുള്ള ഇതുവരെയുള്ള പറഞ്ഞ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യനാണിത്. ഇൻ YDSC എക്സ്പെരിമെൻറ്റ്, ഹൗ മെനി മാക്സിമ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ എ സ്ക്രീൻ? ഒരു YDSC എക്സ്പെരിമെൻറ്റിൽ എത്ര മാക്സിമ നമുക്ക് സ്ക്രീനിൽ കിട്ടും എന്നാണ് ചോദ്യം. എത്ര മാക്സിമ നമുക്ക് സ്ക്രീനിൽ കിട്ടും, ഇൻക്ലൂഡിങ് ദ സെൻട്രൽ മാക്സിമ. അപ്പോൾ ഈ സെൻട്രൽ മാക്സിമ എന്ന് പറയുന്ന സാധനം എന്താണല്ലേ? സെൻട്രൽ മാക്സിമ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫ്രിഞ്ചാണ്. അപ്പോൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് നമ്മളെടുക്കുന്ന സ്ലിറ്റ് എങ്കിൽ, ഇതാണ് നമ്മളെടുക്കുന്ന സ്ലിറ്റ്. ഇവിടെ 2 സ്ലിറ്റ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തു. 2 സ്ലിറ്റ്സാണ്. ഇങ്ങനെ ഞാനൊരു സെൻട്രൽ ലൈൻ എടുത്തു. ഇവിടെ നമുക്കൊരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് വരുന്ന ലൈറ്റ്, ഇതാണ് സോഴ്സ്. നമ്മളൊരു സോഴ്സ് ലൈറ്റ് എടുത്തു. ഇതൊരെണ്ണം. ഇങ്ങനെ സോഴ്സ് ലൈറ്റ്, ഇതൊരു സോഴ്സ് ലൈറ്റ്. നേരെ ഇവിടെ വന്നിങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലിറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ വേവിൻ്റെ പാത്തും ഈ വേവിൻ്റെ പാത്തും സെയിം ആണ്. സ്ലിറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആണ്. സോ വാട്ട് ഈസ് എ പാത്ത് ഡിഫറൻസ്? 0. പാത്ത് ഡിഫറൻസ് ഈസ് 0. യെസ്. അടുത്തത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്താണ്? 0. Path difference 0. So before entering the slit and after passing through the slit, the path difference is 0. So path difference 0 ആകുമ്പോൾ നമുക്ക് മാക്സിമ അല്ലേ കിട്ടുന്ന കാര്യം. പാത്ത് ഡിഫറൻസിൻ്റെ ഫോർമുല n lambda അല്ലേ? Delta x is equal to n lambda. When you put n is equal to 0, path difference is what? 0. So that is known as maxima, and it is obtained at the center of the screen. That's why it is known as central maxima. സെൻട്രൽ മാക്സിമ. അപ്പോൾ സെൻട്രൽ മാക്സിമ എന്ന് പറയാനുള്ള കാരണം സെൻറ്ററിലാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ മാക്സിമയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. അവിടുത്തെ പാത്ത് ഡിഫറൻസ് 0 സോ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രിഞ്ചസ് കിട്ടും. ബ്രൈറ്റ് ഫ്രിഞ്ച്, ഡാർക്ക് ഫ്രിഞ്ച്. സോ ഇത് ഡാർക്ക് അങ്ങനെ ബ്രൈറ്റ് ഡാർക്ക് എന്ന് ഓൾട്ടർനേറ്റീവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവർ പറഞ്ഞിരിക്കുന്നത്
സെൻട്രൽ മാക്സിമ ഉൾപ്പെടെ എത്ര മാക്സിമ കിട്ടുമെന്നാണ് ചോദ്യം. സെൻട്രൽ മാക്സിമ ഉൾപ്പെടെ എത്ര മാക്സിമ കിട്ടുമെന്നാണ് ചോദ്യം. സോ സെൻട്രൽ മാക്സിമ ഉൾപ്പെടെ എത്ര മാക്സിമം കിട്ടുമെന്ന് ചോദിക്കുന്നു. സോ നമുക്ക് ആദ്യം നോക്കണം. മാക്സിമയുടെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ, ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 λ/2 സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. സോ ലാംഡ കട്ടായി പോയി. ലാംഡ കട്ടായി പോകുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ വരുന്നത്, നമുക്ക് വരുന്നത് ഇവിടെ 2n/5 എന്ന് വരും. സൈൻ തീറ്റയുടെ വാല്യൂ ഇവിടെ വന്നിരിക്കുന്നത് 2n/5. നമുക്കറിയാം സൈൻ തീറ്റയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്, അതായത് സൈൻ തീറ്റയുടെ റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ, ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയേ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. ഇതാണ് സൈൻ തീറ്റയുടെ റേഞ്ച്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റയ്ക്ക് പകരം 2n/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n/5. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5/2 or n greater than or equal to -2.5. ഇവിടെ അതേപോലെ തന്നെ 2n/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5. സോ എന്നിൻ്റെ വാല്യൂ -2.5നും 2.5നും ഇടയ്ക്കാണ്. -2.5നും 2.5നും ഇടയ്ക്കാണ്. എന്നിൻ്റെ വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് 0, 1, 2, 3 എന്നാണ് എടുക്കുന്നത്. 0 പറയുമ്പോൾ സെൻട്രൽ മാക്സിമ, 1 മുകളിൽ -1 താഴെ വരാം. കാര്യം മാക്സിമ സ്ക്രീനിൻ്റെ മുകളിലും വരാം, സ്ക്രീനിൻ്റെ താഴെയും വരാം. യെസ്, ശ്രീകുമാർ എ, സർ പാത്ത് വിഡ്ത്ത് എങ്ങനെയാണ് 0 ആവുന്നത്? പാത്ത് വിഡ്ത്ത് അല്ല മോനെ, പാത്ത് ഡിഫറൻസ് ആണ് 0 ആവുന്നത്. ശ്രീകുമാർ, പാത്ത് ഡിഫറൻസ് ആണ് 0 ആവുന്നത്. പാത്ത് ഡിഫറൻസ് ആണ് മോനെ 0 ആവുന്നത്. അതായത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം എടുത്തു, ഇവിടെ ഒരെണ്ണം എടുത്തു, ഇതാ ഇങ്ങനെ S1 ഇത് A S1, B S2, ഇത് P. യെസ് മോനെ, AS1ൻ്റെ ലെങ്തും BS2ൻ്റെ ലെങ്തും സെയിം അല്ലേ? ശ്രീകുമാറിന് വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. AS1ൻ്റെ ലെങ്ത് സെയിം ആണ്, BS2ൻ്റെ ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഇവരുടെ പാത്ത് ലെങ്തിൻ്റെ ഡിഫറൻസ് 0 അല്ലേ? അടുത്ത അങ്ങോട്ട് പിന്നെ നോക്കിയാൽ S1P, S1ൽ നിന്ന് Pയിലേക്കുള്ള ദൂരവും S2ൽ നിന്ന് Pയിലേക്കുള്ള ദൂരവും എന്ത് തന്നെയാണ്? സെയിം ആണ്. S1 to Pയും S2 എന്നുള്ള Pയിലേക്കുള്ള ദൂരവും സെയിം ആണ്. നമുക്ക് മനസ്സിലാവും. അതായത് ഇത് കോമൺ സൈഡാണ്, ഇത് സെയിം ആണ്, ഇത് സെയിം ആണ്. അപ്പോൾ ഇതും എന്തായാലും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത്, അപ്പം നോക്കിയേ, AS1P ആണ് പാത്ത്, AS1P. അടുത്തത് BS2P, രണ്ടും സെയിം ആണ്. കാര്യം AS1 ഈക്വൽ ടു BS2, S1B ഈക്വൽ ടു S2P. അപ്പോൾ പാത്ത് ഡിഫറൻസ് സെയിം ആണ്, പാത്ത് ഡിഫറൻസ് 0 ആണ്, പാത്ത് സെയിം ആണ്. മനസ്സിലായോ ശ്രീകുമാർ? മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തോ കേട്ടോ. ഓക്കെ ഒന്ന് അടിച്ചോ, മനസ്സിലായെങ്കിൽ ഓക്കെ അടിച്ചോളൂ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിലേക്ക് പോവാം. നമ്മളിവിടെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. നമുക്കിപ്പോൾ നോക്കിയേ, എന്നിൻ്റെ വാല്യൂ -2.5നും 2.5നും ഇടയ്ക്കാണ്. എന്നിൻ്റെ വാല്യൂസ് നമുക്ക് എടുക്കുമ്പോൾ 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം. 0 എടുത്താൽ സെൻറ്ററിൽ, 1 എടുത്താൽ താഴെ എന്തും എടുക്കണം? -1 എടുക്കണം. 2 എടുത്താൽ -2 എടുക്കണം അല്ലേ? 3യോ -3യോ എടുക്കാൻ പറ്റത്തില്ല. കാരണം
the value only lies between minus 2.5 and 2.5. അപ്പോൾ 0 എടുക്കാം 1 എടുക്കാം 2 എടുക്കാം. 0 ഓക്കെ, 1ഉം മൈനസ് 1ഉം 2ഉം മൈനസ് 2. അപ്പോൾ 0 1 മൈനസ് 1 2 മൈനസ് 2. അപ്പോൾ എത്ര ഫ്രിഞ്ച് ഉണ്ടാവും പറയൂ? യെസ് യെസ് കറക്റ്റാണ്. യെസ് യെസ് യെസ്. യെസ്. അപ്പോൾ ആൻസർ പറഞ്ഞോളൂ. യെസ്, 5 ഫ്രിഞ്ച്. 5 ഫ്രിഞ്ചാണ് ഉണ്ടാകുന്നത്. സോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഹൻസ ടെക്മോന് കറക്റ്റാണ്. സ്മിത 5. യെസ്, 5 ആണ് ആൻസർ. യെസ്. സോ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. യെസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. In YDSC experiment, next double slit experiment is carried by using green, red and blue light. Green light ഉപയോഗിക്കുന്നു, red light ഉപയോഗിക്കുന്നു, blue light ഉപയോഗിക്കുന്നു. At a time ഫ്രിഞ്ച് വിത്ത് റെക്കോർഡ് തന്നിട്ടുണ്ട്. നിസ്സാര ക്വസ്റ്റ്യനാണ്, നിസ്സാരമായ ക്വസ്റ്റ്യനാണ്. ഫ്രിഞ്ച് വിത്ത് തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റും തന്നിട്ടുണ്ട്. സോ ബീറ്റയുടെ ഫോർമുല എന്താണ്? ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. സോ ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. സോ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? റെഡ് ലൈറ്റിനാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തും ഏറ്റവും കൂടുതൽ റെഡ് ലൈറ്റിനായിരിക്കണം. ഫ്രിഞ്ച് വിഡ്ത്തും ഏറ്റവും കൂടുതൽ റെഡ് ലൈറ്റിനായിരിക്കണം. യെസ്. പിന്നെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. സോ ഇൻക്രീസിങ് വേവ് ലെങ്തിലാണ് സ്പെക്ട്രം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ലാർജസ്റ്റ് വേവ് ലെങ്ത് ഈസ് 4, റെഡാണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ബ്ലൂവിനാണ്. സോ ബ്ലൂവിനായിരിക്കും ഫ്രിഞ്ച് വിഡ്ത്ത് ഏറ്റവും കുറവ്, റെഡിനായിരിക്കും ഫ്രിഞ്ച് വിഡ്ത്ത് ഏറ്റവും കൂടുതൽ. സോ ഏതാണ് ആൻസർ? യെസ് യെസ് യെസ്. ഏറ്റവും കൂടുതൽ റെഡ്, അത് കഴിഞ്ഞാൽ ഗ്രീൻ, പിന്നെ ബ്ലൂ. സോ ദിസ് ഇസ് ആൻസർ ഓപ്ഷൻ 4. ഉണ്ടോ? വളരെ എളുപ്പമാണ്. നമ്മൾ ഈ JEE മെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും സീറ്റുകളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നൊരു എക്സാമാണ്. അപ്പോൾ അത് മാക്സിമം ആ സീറ്റുകൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് പഠിച്ച് വരുന്ന സ്റ്റുഡൻസിന് ഉള്ളൊരു എൻട്രി പോയിൻ്റാണത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന 100% ഫിസിക്സിൽ 100% കിട്ടുക എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 5 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. വളരെ ഡെപ്തിൽ പഠിച്ചൊരു കുട്ടിക്ക് കൃത്യമായിട്ട് ചാപ്റ്ററിൻ്റെ ഡൈനാമിക്സ് മനസ്സിലാക്കി എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് JEE മെയിൻ. ഈവൻ മെഡിസിൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതി JEE മെയിൻ കയറിയ ഹിസ്റ്ററികൾ ഇവിടെ ഉണ്ട്. സോ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആണെന്ന് കരുതുക. പക്ഷേ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് എത്ര ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡും പാഷനും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 4ലേക്ക് വരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ്
In Young's double slit experiment, intensity at a point is 3/4 of the maximum intensity. അതായത് ഒരു YDSC എക്സ്പെരിമെൻറ്റിൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് 3/4 ഓഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നു. നമ്മൾ ഓൾറെഡി റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല IR is equal to I1 plus I2 plus 2 root I1 I2 cos phi എന്ന രീതിയിലേക്ക് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. YDSCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് കൊഹറൻറ്റ് സോഴ്സാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്താണ്? കൊഹറൻറ്റ് സോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ സെയിം ആണ് എടുക്കുന്നത്. സോ I പ്ലസ് I സ്ക്വയർ cos phi 2I plus 2I cos phi. So 2I into 1 plus cos phi or 4I cos square phi by 2. 4I can be written as I max. So we have a relation, resultant intensity is equal to I max into cos phi by 2. Resultant intensity is equal to I max into cos phi by 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു YDSC എക്സ്പെരിമെൻറ്റിൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് 3/4 ഓഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി എന്നാണ്. 3/4 ഓഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി, അതായത് ഇപ്പോഴത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ 3/4 ഓഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 3/4 ഓഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി. അപ്പോൾ I ഈക്വൽ ടു 3/4 ഇൻറ്റു I മാക്സ് എന്ന് കൊടുക്കാം. I ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു I മാക്സ്. യെസ് 3/4 ഇൻറ്റു I മാക്സ് എന്ന് കൊടുക്കാം. സോ നമ്മളിവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ആൻസർ എഴുതുകയാണ്. 3/4 I max equal to I max cos phi by 2. So cos square phi by 2. Cos square phi by 2. So cos phi by 2 is equal to root 3/2 എന്ന് വരും. So cos phi by 2 is equal to root 3/2. So 5/2 is equal to, അതായത് 5/2 is equal to നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും, or 5 is equal to നമുക്ക് 60 എന്ന് കിട്ടും. സോ ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് cos സ്ക്വയർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 5 is equal to 60 ഡിഗ്രി എന്ന് കിട്ടും. സോ ഫേസ് ഡിഫറൻസ് 60 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ പോസിബിൾ ആംഗുലാർ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ പോസിബിൾ ആംഗുലാർ പൊസിഷൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഫേസ് കിട്ടി. ഫേസ് എത്രയാണ്? 60 ഡിഗ്രി കിട്ടി. സോ ഫേസ് ഡിഫറൻസ് 60 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാത്ത് ഡിഫറൻസിലേക്ക് പോവാം. ഫേസ് ഡിഫറൻസ് ഓൾറെഡി 60 കിട്ടി. ഇനി പാത്ത് ഡിഫറൻസിലേക്കാണ് പോകുന്നത്. യെസ്, so the phase difference is equal to 60. നമുക്കറിയാം delta phi phase difference is equal to 2 pi by lambda into delta x. 60 is equal to pi by 3 equal to 2 pi by lambda into delta x. So delta x is equal to നമുക്ക് ആൻസർ ലാംഡ ബൈ 6 എന്ന് കിട്ടും. സോ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ നമുക്ക് ലാംഡ ബൈ 6 എന്ന് കിട്ടി.
നമുക്കറിയാം പാത്ത് ഡിഫറൻസിൻ്റെ ഫോർമുല എന്താണ്? ഡി സൈൻ തീറ്റയാണ്. സോ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? ലാംഡ ബൈ 6 ഓർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 6d or theta is equal to sin inverse lambda by 6d. Theta is equal to sin inverse lambda by 6d. നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിപ്പിച്ച ഇക്വേഷനിൽ നിന്നല്ല ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല എഴുതി, ആ കണ്ടീഷൻ ഉപയോഗിച്ച് ഫേസ് ഡിഫറൻസ് എടുത്തു. ഫേസ് ഡിഫറൻസ് പാത്ത് ഡിഫറൻസ് ഉപയോഗിച്ച് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചു. പാത്ത് ഡിഫറൻസിൻ്റെ ഫോർമുല ഡി സൈൻ തീറ്റയാണ്. 3 ഇക്വേഷൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾറെഡി ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ് യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. Next question നോക്കാം. In a YDSC experiment, the distance between slits and the screen. സ്ക്രീനും സ്ലിറ്റും, അതായത് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതാണ് 1 മീറ്റർ തന്നിരിക്കുന്നത്. ഒരു മോണോക്രോമാറ്റിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. 600 നാനോമീറ്റർ ഈസ് ബീയിങ് യൂസ്ഡ് എന്നും പറയുന്നുണ്ട്. എ പേഴ്സൺ സ്റ്റാൻഡിങ് നിയർ ദ സ്ലിറ്റിൻ്റെ അടുത്ത് നിന്നാണ് ഒരാൾ നോക്കുന്നത്. സ്ലിറ്റിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഹീസ് ലുക്കിംഗ് അറ്റ് ദ ഫ്രിഞ്ച് പാറ്റേൺ. അത് സ്ക്രീനിൽ ഉണ്ടാവുന്ന ഫ്രിഞ്ച് പാറ്റേൺ സ്ലിറ്റിൽ കൂടെയാണ് നോക്കുന്നത്. സോ സ്ലിറ്റ് വളരെ നാരോയാണ്. സോ ഇയാളുടെ കണ്ണിൻ്റെ ആ പ്യൂപ്പിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്ന സാധനം സ്ലിറ്റിനോട് ഓൾമോസ്റ്റ് മാച്ചിങ് ആണ്. സോ ദ സ്ലിറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് ദ ഫ്രിഞ്ച് പാറ്റേൺ. വെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഈസ് വേരിഡ്, അതായത് സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ വേരി ചെയ്യുമ്പോൾ ദ ഇൻ്റർഫിയറൻസ് പാറ്റേൺ ഡിസപ്പിയേഴ്സ് ഫോർ എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് d0 ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്. അതായത് അയാൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ ഇപ്പോൾ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഇൻവിസിബിളായി വെൻ വി സെപ്പറേറ്റ് ദ ഡിസ്റ്റൻസ്. ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ദ ഐ 1/60 ഡിഗ്രി പറയുന്നുണ്ട്. ആംഗുലാർ സെപ്പറേഷൻ ഓഫ് ദ ഐ 1/60. വാല്യൂ ഓഫ് d0 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനോട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഓൾറെഡി അറിയാം ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്, അതായത് 2 ഫ്രിഞ്ചുകൾ നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്. സോ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ തീറ്റ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. സോ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി എന്ന് വിളിക്കാം. സോ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ലാംഡ ബൈ ഡി. ഇനി കണ്ണിൻ്റെ റെസൊല്യൂഷൻ, യെസ് കറക്റ്റാണ്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിൻ്റെ റെസൊല്യൂഷൻ തന്നിരിക്കുന്ന 1/60 ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ഐ. സോ ഈ ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ഐ എന്താണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റുമോ? ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ഐ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആംഗുലാർ റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾ വളരെ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന 2 ഒബ്ജക്റ്റുകൾ നമ്മുടെ കണ്ണിലുണ്ടാക്കാനും പറ്റുന്ന മിനിമം ആംഗിൾ ബിറ്റ്വീൻ 2 ക്ലോസ് ഒബ്ജക്ട്സ് such that those objects can be clearly separated by the human eye. 2 ഒബ്ജക്റ്റുകളെ രണ്ടായിട്ട് തന്നെ വേർതിരിച്ച് കാണാൻ ഹ്യൂമൻ ഐക്ക് പറ്റണമെങ്കിൽ there should be an angle. ആ ആംഗിളും കഴിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ആ ആംഗിൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആംഗിൾ ഇല്ല എങ്കിൽ ഒരിക്കലും പിന്നെ ആ 2 എണ്ണത്തിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അത് ഓവർലാപ്പായി പോകും. അപ്പോൾ 2 ക്ലോസ് ഒബ്ജക്ട്സ് നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന ഏറ്റവും സ്മോൾ ആംഗിൾ, ദാറ്റ് ഇസ് ആംഗിൾ. ആ ആംഗിളിനെ വിളിക്കുന്നവരാണ് ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഐ. അതായത് ഇവിടെ 2 ഒബ്ജക്ട്സ് ഉണ്ട്, ഇത് നമ്മുടെ കണ്ണിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ ഒബ്ജക്ട്സുകളുടെ സെപ്പറേഷൻ ഞാൻ കുറച്ചു, അത് കണ്ണിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്.
So the smallest angle between two nearby objects such that the human eye can distinctly see those two objects. അതിൻ്റെ പേരാണ് angular resolution. Angular resolution. Yes. Angular resolution. So angular resolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the smallest angle made by two nearby objects to the human eye such that eye can distinctly see those two objects. അതാണ് angular resolution എന്ന് പറയുന്നത്. സോ ആ ആംഗുലാർ റെസൊല്യൂഷൻ 1/60 ആണ്. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തും. എന്നാലേ ആ ഫ്രിഞ്ചിനെ കാണാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആ ഫ്രിഞ്ച് ഡിസപ്പിയർ ആയി പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/60 degree. So lambda by d is equal to 1/60, or lambda by d is equal to 1/60 എന്ന് പറയുന്നത് ഡിഗ്രിയിലാണ്, നമുക്കതിനെ റേഡിയനിലേക്ക് മാറ്റണം. സോ ഇറ്റ് ഈസ് 2π divided by 360 റേഡിയൻ. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡി ആണ്. സോ ഡി ഇസ് ഈക്വൽ ടു 360 into 60 into lambda divided by 2π. 360 into 60 into lambda divided by 2π. 360 into 60 എന്ന് പറയുമ്പോൾ 21,600 വരും. 21,600 into ലാംഡ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 600 നാനോമീറ്റർ ആണ്. സോ 600 into 10⁻⁻⁹ ഡിവൈഡഡ് ബൈ 2π. പൈനെ ഞാൻ തൽക്കാലം 3 ആയിട്ട് എടുത്തു. സോ കണ്ണിൻ്റെ ആംഗുലാർ റെസൊല്യൂഷൻ, ആ ആംഗിളും ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തും മാച്ച് ആകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടാൻ പാടില്ല. സോ ഇത് ഞാൻ ഇക്വേറ്റ് ചെയ്തു. തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്. ദിസ് ഇസ് ഈക്വൽ ടു ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ദ ഹ്യൂമൻ ഐ 1/60 degree. റേഡിയനിലേക്ക് മാറ്റി. ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഉത്തരവൊന്ന് പറഞ്ഞു എല്ലാവരും. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഒന്ന് എല്ലാവരും പറയും. യെസ്, ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? (21,600 into 600 into 10⁻⁻⁹ divided by 2 into 3. So approximately, yes, correct ഉത്തരവാണ്. Approximately we can write the answer as 2 millimeter. So angular fringe widthും കണ്ണിൻ്റെ ആംഗുലാർ റെസൊല്യൂഷനും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. സോ 2 millimeter ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് പറയാനുള്ളത് വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. യെസ്, ഈ ഗ്രാഫ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ ഗ്രാഫ് കാണിക്കുന്നത് എന്തിനെയാണ്? ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ. ഇത് സ്ക്രീനാണ്. നമ്മൾ സ്ക്രീൻ വെച്ചപ്പോൾ സ്ക്രീനിൻ്റെ മുകളിലേക്കും സ്ക്രീനിൻ്റെ താഴേക്കും അതിനെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുത്തു. സോ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നമുക്ക് മാക്സിമയാണോ മിനിമയാണോ കിട്ടുന്നത്? സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നമുക്ക് മാക്സിമയാണോ മിനിമയാണോ കിട്ടുന്നത്? സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമയാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ സെൻറ്ററൽ മാക്സിമ എന്ന് വിളിക്കുന്നത്. യെസ്, കറക്റ്റാണ്. സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമയാണ്. അതുകൊണ്ട് നമ്മളതിനെ സെൻട്രൽ മാക്സിമ എന്ന് വിളിക്കും. സോ സെൻട്രൽ മാക്സിമ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇൻറ്റൻസിറ്റി മാക്സിമ. മിനിമം ഇതാണ്, മാക്സിമം ഇതാണ്. സോ മാക്സിമം ഇൻറ്റൻസിറ്റി ഈസ്
4i and minimum intensity is 0. Maximum intensity 4iയും minimum intensity 0യുമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ രണ്ട് വേവ്സ് എടുത്തിരുന്നു. നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്തിരുന്നു. ആ രണ്ട് വേവ്സിനകത്ത് I1 is equal to I2 is equal to I ആണ്. അപ്പോൾ രണ്ട് വേവിൻ്റെയും കൂടെയുള്ള ടോട്ടൽ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ അത് 2i ആണ്. രണ്ട് വേവിൻ്റെയും ടോട്ടൽ ഇൻറ്റൻസിറ്റി 2i ആണ്. പക്ഷേ ഇൻ്റർഫിയറൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മാക്സിമ ഒരു മിനിമ, ഒരു മാക്സിമ ഒരു മിനിമ, മാക്സിമ മിനിമ. സോ മാക്സിമയുടെ ഇൻറ്റൻസിറ്റി 4iയും മിനിമയുടെ ഇൻറ്റൻസിറ്റി, മാക്സിമയുടെ ഇൻറ്റൻസിറ്റി 4iയും മിനിമയുടെ ഇൻറ്റൻസിറ്റി 0യുമാണ്. So 4i is maxima and minima is 0. So what is the average intensity? Maxima plus minima by 2. Maxima plus minima by 2. So maxima plus minima by 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ്. So 4i plus 0 by 2. So answer 2i ആണ് ഇവിടെയും വരുന്നത്. So ഇവിടുത്തെ ആൻസർ എന്ത് വരും? 2i. ഇവിടുത്തെ ആൻസർ എന്ത് വരും? 2i. That means ഇവിടെ എനർജി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, എനർജി ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. എനർജി ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഇൻ്റർഫിയറൻസ് ഈസ് ഡിഫൈൻഡ് ആസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. വേവുകൾ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ ടോട്ടൽ ഇൻറ്റൻസിറ്റി i പ്ലസ് i 2i ആണ്. ഇൻ്റർഫിയറൻസ് പാറ്റേൺ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ആവറേജ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോഴും ആൻസർ 2i ആണ്. സോ ദിസ് ഈസ് വൈ ഇൻ്റർഫിയറൻസ് ഈസ് നെയ്തർ destruction or creation of energy, it is only redistribution of energy. So interference is redistribution of energy. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. സോ നമ്മൾ ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഒരു പാർട്ടാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി രണ്ട് സ്ലിറ്റുകൾ അറിയാം, S1ഉം S2ഉം രണ്ട് സ്ലിറ്റുകൾ. ഈ സ്ലിറ്റുകളിലേക്ക് വേവ്സ് വരുന്നുണ്ട്. എന്നിട്ട് ഇത് വന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്തു പിയിൽ വരുന്നുണ്ട്. ഞാൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ S1 എന്ന സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഫിലിം വെച്ചിട്ടുണ്ട്. ഈ ഫിലിമിനകത്തുകൂടെയാണ് ഈ വേവ് കടന്നു പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യും. എയർ ആണ് മീഡിയം എന്ന് വിചാരിക്കുക. സോ സ്ലിറ്റ് S2ൽ നിന്ന് വരുന്ന വേവിന് അല്ലെങ്കിൽ റേയ്ക്ക് പിയിലേക്ക് എത്താനുള്ള പാത്ത് എയറാണ്. പക്ഷെ ഇതിനിടയിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു സ്ലിറ്റ് വയ്ക്കുമ്പോൾ ഈ സ്ലിറ്റിൻ്റെ മീഡിയം വേറെയാണ്. അപ്പോൾ അതിനകത്തുള്ള വെലോസിറ്റിക്ക് ഡിഫറൻസ് വരും. ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കില്ല ഇവിടുത്തെ വെലോസിറ്റി. സോ അവിടുത്തെ പാത്ത് ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. സോ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് S1Pയും S2Pയും ആക്ച്വലി ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പാത്ത് ഡിഫറൻസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു പാത്ത് ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പാത്ത് ഡിഫറൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസിൽ, അതായത് ഒരു സ്ലിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഇവർ തമ്മിൽ ഓൾറെഡി ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ട്. ഈ സ്ലിറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് S2P മൈനസ് S1P ഇത് ഓൾറെഡി നമ്മൾ എഴുതിയിരുന്നു. d sin θ നമ്മൾ എഴുതിയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു സ്ലിറ്റ് കൂടെ കയറ്റി വയ്ക്കുമ്പോൾ ഒരു എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് ഡെവലപ്പ് ചെയ്തു. അത് മറക്കരുത്. ദ എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ഇസ് ഈക്വൽ ടു ഈ ഫിലിമിൻ്റെ തിക്നെസ്സിനെ T എന്ന് കൊടുക്കുക. ഫിലിമിൻ്റെ തിക്നെസ് T എന്ന് കൊടുക്കുക. ഈ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ μ എന്ന് കൊടുത്താൽ സോ ഡെൽറ്റ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു T ഇൻറ്റു μ മൈനസ് 1. ഓൾറെഡി ഉണ്ടായിരുന്ന പാത്ത് ഡിഫറൻസ് നമുക്കറിയാം d sin θ. അപ്പോൾ ആ കേസിൽ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ യാതൊരു സംഗതിയും വച്ചിട്ടില്ല. ഇപ്പോൾ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ചെറിയ ഫിലിം കൊണ്ടുവച്ചു.
ആ ഫിലിമിൻ്റെ തിക്നെസ് ടി ആണ്, ആ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പോൾ ഈ ഫിലിമിനകത്തൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ വീണ്ടും ഒരു എക്സ്ട്രാ പാത്ത് ലാഗ് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത് ടി ഇൻറ്റു മ്യൂ മൈനസ് 1. ടി ഇൻറ്റു മ്യൂ മൈനസ് 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ എക്സ്ട്രാ പാത്ത് ലാഗ് ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു മ്യൂ മൈനസ് 1. യെസ്. ഇനി അടുത്ത കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്ഥിരം JEE Main ചോദിക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ കൺസെപ്റ്റാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ജനറലി നമ്മളിവിടെ ഒരു സ്ലിറ്റ് വരയ്ക്കുന്നു. ഈ സ്ലിറ്റിൽ 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 2 സ്ലിറ്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്ക്രീനും ഉണ്ട്. ഇങ്ങനെ 2 റേസ് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ 2 റേ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഈ 2 റേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്ലിറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്തുണ്ട്? പാത്ത് ഡിഫറൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ 2 റേസ് ഇങ്ങനെയാണ് നോക്കിയിരുന്നത്. അത് ഇതുവരെ നമ്മൾ പറഞ്ഞതിനകത്ത് ഞാൻ കൺസിഡർ ചെയ്ത റേസ് ഇങ്ങനെയായിരുന്നു. ഒരു റേ ഇങ്ങനെ, ഒരു റേ ഇങ്ങനെ. സോ പ്രീവിയസ്ലി നമ്മൾ യൂസ് ചെയ്ത റേ 1 and 2 ആയിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്ത റേ 3 and 4. സോ 1ഉം 2ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, 1ഉം 2ഉം തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 0 ആണ്. 3ഉം 4ഉം തമ്മിൽ പാത്ത് ഡിഫറൻസ് 0 അല്ല. ഒരു പാത്ത് ഡിഫറൻസ് ഇവിടെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു കാരണവശാലും ഇവിടെ ഇങ്ങനെ നമ്മൾ വരച്ചാൽ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് ഒരിക്കലും 0 ആവില്ല. ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് ഒരിക്കലും 0 ആവില്ല. കാരണം ഇവിടെ ഓക്കെയാണ്. ഈ 2 റേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് 0 ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? പാത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും സെൻട്രൽ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. സോ സെൻട്രൽ മാക്സിമം നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ കിട്ടത്തില്ല. സോ സെൻട്രൽ മാക്സിമം മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സെൻട്രൽ മാക്സിമം മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ സെൻട്രൽ മാക്സിമം മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടായ പാത്ത് ഡിഫറൻസ് എന്താണോ അതേ പാത്ത് ഡിഫറൻസ് നിങ്ങൾ ഈ 2 റേയിലും റീക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഉണ്ടായ പാത്ത് ഡിഫറൻസ് എന്താണോ അതേ പാത്ത് ഡിഫറൻസിനെ നിങ്ങൾ ഇവിടെ കൗണ്ടർ ചെയ്യണം. അങ്ങനെ കൗണ്ടർ ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളൊരു ഫിലിം വെച്ചാൽ മതി. സോ ഇവിടെ ഉണ്ടായ പാത്ത് ഡിഫറൻസ് ഞാൻ എന്ത് വിളിച്ചു? ഡി സൈൻ തീറ്റ എന്ന് വിളിച്ചു. ഇവിടെ ഉണ്ടായ പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റ. അതേ പാത്ത് ഡിഫറൻസിനെ ഓവർകം ചെയ്യാൻ സ്ലിറ്റിന് പറ്റുമെങ്കിൽ ആ സ്ലിറ്റിൻ്റെ പാത്ത് ഡിഫറൻസ് ഓൾറെഡി നമ്മൾ എഴുതിയതാണ് ടി ഇൻറ്റു മ്യൂ മൈനസ് 1. സോ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു മ്യൂ മൈനസ് 1. സോ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു മ്യൂ മൈനസ് 1. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള പാത്ത് ഡിഫറൻസിനെ കൗണ്ടർ എഫക്റ്റ് ചെയ്യാൻ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന സ്ലിറ്റിന് പറ്റും. സോ സ്ലിറ്റ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു മ്യൂ മൈനസ് 1. ആ പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റയും ഈക്വൽ ആണെങ്കിൽ നെറ്റ് പാത്ത് ഡിഫറൻസ് ഈ 0. സെൻട്രൽ മാക്സിമം ഇവിടെ തന്നെ കിട്ടിക്കോളും. ഒരു പ്രശ്നവും ഇല്ല. സെൻട്രൽ മാക്സിമം ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ സെൻട്രൽ മാക്സിമ ഷിഫ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി സെൻട്രൽ മാക്സിമ ഷിഫ്റ്റ് ചെയ്താൽ
സെൻട്രൽ മാക്സിമം ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഇവിടെ ഒരു സ്ലിറ്റ് വയ്ക്കുന്നു. ഈ സ്ലിറ്റിനെ ഞാൻ S1 എന്ന് മാർക്ക് ചെയ്തു. ഈ സ്ലിറ്റിനെ ഞാൻ S2 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഫിലിം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ പാത്തിലാക്കി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരിക്കലും സെൻട്രൽ മാക്സിമം നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അതായത് 2 റേസ് ഇങ്ങനെ വരുന്നു, 2 റേസ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പാത്ത് ഡിഫറൻസ് 0 ഇവിടെ ഓൾറെഡി പാത്ത് ഡിഫറൻസ് 0 സോ ഇതാണ് സ്ക്രീനെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും നമുക്ക് സെൻട്രൽ മാക്സിമം കിട്ടുന്നത്. കാര്യം എന്താ? പാത്ത് ഡിഫറൻസ് നമുക്ക് ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല. കാര്യം ഇവിടെ പാത്ത് ഡിഫറൻസ് 0 ആവണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് വയ്ക്കാൻ പാടില്ല. സ്ലിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് മാറി? ഫ്രിഞ്ച് ഷിഫ്റ്റായി. അപ്പോൾ സ്ലിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചേഞ്ച് ആദ്യം മനസ്സിലാക്കണം. സ്ലിറ്റ് വെച്ചാൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് ആവും. സ്ലിറ്റ് എങ്ങോട്ടാണോ വയ്ക്കുന്നത് ആ ഡയറക്ഷനിൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് ആവും. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. രണ്ടാമത്തത് ഫ്രിഞ്ച് വിഡ്ത്തിന് മാറ്റമൊന്നുമില്ല. കാര്യം ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലാംഡ ക്യാപിറ്റൽ D ബൈ സ്മോൾ d. നിങ്ങൾ സ്ലിറ്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഷിഫ്റ്റ് ആവും. ലാംഡ മാറത്തില്ല, ക്യാപിറ്റൽ D മാറത്തില്ല, സ്മോൾ d മാറത്തില്ല. സോ വെൻ യു ഇൻസേർട്ട് എ ഫിലിം ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നിങ്ങളൊരു ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഫ്രിഞ്ച് പാറ്റേൺ വിൽ ഷിഫ്റ്റ്. ഓക്കെ. രണ്ടാമത്തത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് വിഡ്ത്തിൽ യാതൊന്നും സംഭവിക്കില്ല, ഫ്രിഞ്ച് പാറ്റേൺ ഷിഫ്റ്റ് ആവും. ഇതാണ് 2 ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ സ്ലിറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ പാത്ത് ഡിഫറൻസിനെ നള്ളിഫൈ ചെയ്യാൻ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫിലിം വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നെറ്റ് പാത്ത് ഡിഫറൻസ് 0 ആവും. സെൻട്രൽ മാക്സിമം കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ കിട്ടും. അല്ലാത്ത പക്ഷം സെൻട്രൽ മാക്സിമം വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവും. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ ഷിഫ്റ്റിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് ഈസ് T ഇൻറ്റു mu മൈനസ് 1. T ഇൻറ്റു mu മൈനസ് 1. ഇനി നമ്മൾ രണ്ടാമതൊരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറയുകയാണ്. കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് ആണ്. രണ്ടാമതൊരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് അതായത് 2 സ്ലിറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സ്ലിറ്റ്സ് ആർ കവേർഡ് ബൈ 2 ഫിലിംസ്. 2 സ്ലിറ്റുകളെയും ഞാൻ 2 ഫിലിം വെച്ച് കവർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ പഠിച്ചു വെക്കണം, പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2 ഫിലിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ T1 ഇൻറ്റു mu minus 1 minus T2 into mu minus 1. So T1 into mu minus 1. This is the path difference developed due to the first film. This is the path difference developed due to the second film. So T1 into mu minus 1 minus T2 into mu minus 1. So this is mu minus 1 common എടുത്താൽ T1 minus T2, or this is mu minus 1 into delta T. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സ്ലിറ്റും 2 ഫിലിം വെച്ച് കവർ ചെയ്താൽ ആ 2 ഫിലിമിൻ്റെയും മീഡിയം ഞാൻ സെയിം ആക്കിയാണ് എടുത്തിരിക്കുന്നത്, mu ആൻഡ് mu. സോ ദ ആൻസർ ഈസ് path difference developed is mu minus 1 into delta T. Mu minus 1 into delta T. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്ത് സ്ക്രീനും സ്ലിറ്റും, അതായത് സ്ക്രീനും സ്ലിറ്റും ഉള്ള ഗ്യാപ്പ് എയറാണ്. സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഗ്യാപ്പ് എയറാണ്. ചിലപ്പോൾ ഇഫ് ദ YDSC എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് മീഡിയം എന്ന് വെച്ചാൽ ദ എൻറ്റയർ അപ്പാരറ്റസ് ഡിപ്ഡ് ഇൻ എ മീഡിയം. അങ്ങനെ വരുമ്പോൾ ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാണല്ലോ സ്ലിറ്റ്, ഇതാണല്ലോ സ്ക്രീന്, ഈ ഗ്യാപ്പ് വേറൊരു മീഡിയം വെച്ച് ഫില്ലാവും. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈഡ് ആവും. ഈ ഇക്വേഷൻ ഇങ്ങനെ വരും, mu റിലേറ്റീവ് -1 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് മോഡിഫൈഡ് ആവും. ഇവിടെ mu -1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേക്ക് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫിലിം ഓൺലി. ഇതാണ് ഫിലിം. ഈ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രം എടുക്കുക. കാര്യം ഈ ഫിലിമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും
എയർ ആണ്. പക്ഷേ ഇപ്പോൾ ദ എൻ്റർ അപ്പാരറ്റസ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് ലിക്വിഡ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ഫിലിമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വാട്ടറാണ് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത്. സോ ഡോണ്ട് യൂസ് മ്യൂ, റീപ്ലേസ് മ്യൂ ബൈ മ്യൂ ആർ. വാട്ട് ഈസ് മ്യൂ ആർ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീൻസ് മ്യൂ ഫിലിം ഡിവൈഡഡ് ബൈ മ്യൂ മീഡിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ അൺനോട്ടീസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. സോ മ്യൂ ഫിലിം ബൈ മ്യൂ മീഡിയം -1 ഇൻറ്റു ഡെൽറ്റ ടി. സോ 2 സ്ലിറ്റും 2 ഫിലിം വെച്ച് കവർ ചെയ്താൽ ദിസ് ഈസ് എ പാത്ത് ഡിഫറൻസ് കോസ്റ്റ് മ്യൂ -1 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് ദ ഡിഫറൻസ് ഇൻ ദ തിക്നെസ് T1 - T2. വാട്ട് ഈസ് മ്യൂ? It is the refractive index of the film. But if the experiment is conducted in a different liquid, we have to use mu relative. What is mu relative? Mu film minus mu medium. So mu film by mu medium -1 into delta T. So the വളരെ important concept ആണ്. സ്ലൈറ്റ്ലി ഒരു നോർമൽ ആവറേജ് ലെവലിന് മുകളിലേക്ക് പോകുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഈ പറയുന്നത്. സോ ഈ സ്ലിറ്റിൻ്റെ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? സോ ക്ലിയർ ആണ് എങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ എടുക്കാം. യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദിസ് വാസ് വൺസ് ആസ്ഡ്. ഈ ഒരു പാറ്റേൺ അല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് യെസ്, a screen is at a distance capital D is equal to 80 centimeter from the diaphragm. So having 2 narrow slits S1 and S2, D is equal to 2 millimeter apart. So slit in the separation തന്നിട്ടുണ്ട് 2 millimeter. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഗ്യാപ്പ് തന്നിട്ടുണ്ട് 80 centimeter. സ്ലിറ്റ് S1നെ ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് T1. സ്ലിറ്റ് S2 വേറൊരു ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് 1.25 മൈക്രോമീറ്റർ. 2 ഷീറ്റും സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.40 എന്ന് പറയുന്നുണ്ട്. കണ്ടോ, വാട്ടർ ഈസ് ഫിൽഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ഡയഫ്രം ആൻഡ് ദ സ്ക്രീൻ. സ്ക്രീനും സ്ലിറ്റും തമ്മിൽ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എയർ അല്ല മീഡിയം, ഇപ്പോഴത്തെ മീഡിയം വെള്ളമാണ്. വാട്ടർ ഈസ് ഫിൽഡ് ഇൻ ദ സ്പേസ്. യൂസ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെന്ത് 5000 ആണ്. ഇൻറ്റൻസിറ്റി യൂണിഫോം ആണെന്നും സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ഈക്വൽ ആണെന്നും അസ്യൂം ചെയ്താൽ we have to find out the ratios of the intensity at C to the maximum intensity of the interference pattern obtained on the screen. അപ്പോൾ നമുക്ക് വേണ്ടത് സിയിലുള്ള ഇൻറ്റൻസിറ്റിയും പിന്നെ മാക്സിമം ഇൻറ്റൻസിറ്റിയും റേഷ്യോയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലിറ്റിൽ എൻ്റെ ചോദ്യം എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. കാര്യം നമ്മൾ ഒരു ഡിഫറൻറ്റ് വൈഡ് ആംഗിൾ ഒരു തിയറി പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയണം. S1 S2 സ്ലിറ്റ് എൻ്റർ ചെയ്യുന്നതിന്, അതായത് ഫിലിമിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടോ? ഫിലിമിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടോ? ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിലിമിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ? സ്ലിറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് S1 S2 സ്ലിറ്റ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പാത്ത് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ് ഓർ നോ? ആരും റിപ്ലൈ ചെയ്യുന്നില്ല. സോ ഞാൻ തന്നെ പറയേണ്ടി വരും. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. യെസ് യെസ് കറക്റ്റാണ്. യെസ് നോ ഇല്ല എന്നാണ്. കറക്റ്റാണ്. ഈ ഫിലിമിൽ എൻ്റർ ചെയ്യുന്ന മുമ്പ് ഇവിടെ യാതൊരു പാത്ത് ഡിഫറൻസും ഇല്ല. അപ്പോൾ ഒരു എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് ഇവർ ഡെവലപ്പ് ചെയ്തു. 2 സ്ലിറ്റും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പാത്ത് ഡിഫറൻസിൻ്റെ ഫോർമുല ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ -1 ഇൻറ്റു ഡെൽറ്റ ടി. മ്യൂ ഉപയോഗിക്കുമ്പോൾ ഇവിടെ മ്യൂ റിലേറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. മ്യൂ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4, വെള്ളത്തിൻ്റെത് 4/3. സോ 1.4 ഡിവൈഡ് ബൈ 4/3 -1 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി മീൻസ്
തിക്നെസ്സുകളുടെ ഡിഫറൻസ് ആണ്. ഒന്ന് 2.5 മൈക്രോമീറ്ററും മറ്റത് 1.25 മൈക്രോമീറ്ററും ആണ്. അപ്പോൾ അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1.25 മൈക്രോമീറ്റർ ആണ്. അതിന് 1.25 × 10⁻⁻6 എന്ന് എഴുതി. ഇത് 1.4 × 3/4 -1 into 1.25 into 10⁻⁻6. 1.4ന് 14 into 3/10 into 4 എന്ന് വിളിച്ചു. കാര്യം 1.4ന് എനിക്ക് 14/10 എന്ന് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. -1 into 1.25 into 10⁻⁻6. So 1.4 into 3 is 42. 42/40 -1 into 1.25 into 10⁻⁻6. So 1/20 into 1.25 into 10⁻⁻6 എന്ന് വരും. 1/20 into 1.25 into 10⁻⁻6. So 125 into 10⁻⁻6 divided by 20 into 100. So 5, 4. So 5/80 into 10⁻⁻6. 5/80 into 10⁻⁻6 can be written as 6.25 into 10⁻⁻8 meter എന്ന് നമുക്ക് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ. സോ രണ്ട് സ്ലിറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 6.25 into 10⁻⁻8 meter. ഇതാണ് പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. യെസ്. സോ പാത്ത് ഡിഫറൻസ് ഈസ് 6.25 into 10⁻⁻8. സോ പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ പാത്ത് ഡിഫറൻസ് മറക്കണ്ട, 6.25 into 10⁻⁻8. ഇനി നമുക്ക് വേണ്ടത് ഫേസ് ഡിഫറൻസ് ആണ്. സോ എന്താണ് നമ്മുടെ ഫേസ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഫേസ് ഡിഫറൻസിൻ്റെ ഫോർമുല 2π/λ into ഡെൽറ്റ എക്സ് ആണ്. 6.25 into 10⁻⁻8. ലാംഡ നമുക്ക് തന്നിട്ടുണ്ട് 5000 ആംസ്ട്രോം. So 2π into lambda is 5000 into 10⁻⁻10 into 6.25 into 10⁻⁻8. So 2π by 5000 into 6.25 into 100 എന്ന് വരും. So 10⁻⁻10 അവിടെ പോവും. So this is 2π into 625 by 5000 എന്ന് വരും. So 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2π into 25 divided by 200 എന്ന് കിട്ടും. So 2π into 25 divided by 200 എന്നാണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ. സോ 2π into 25 divided by 200. സോ എത്ര വരും നമുക്ക് ഫേസ് ഡിഫറൻസ് എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ 2π into 25 by 200. യെസ്. യെസ്. 2π into 25 by 200 നമുക്ക് എത്ര വരും? ഓക്കെ. സോ
നമ്മൾ ഫേസ് ഡിഫറൻസ് എടുക്കുന്നു. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഡെൽറ്റ എക്സ് എന്നൊരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു, പാർട്ട് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ നമ്മൾ ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇത് നമ്മൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ നമ്മൾ എഴുതുന്നു. സോ ക്വസ്റ്റ്യനിൽ ഇനി ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. കാൽക്കുലേറ്റ് ദ റേഷ്യോസ് ഓഫ് ഇൻറ്റൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ റേഷ്യോസ് ഓഫ് ഇൻറ്റൻസിറ്റി. നിങ്ങളോട് ആലോചിക്കേണ്ട കാര്യം, സിയിലെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമുക്കറിയത്തില്ല. മാക്സിമം ഇൻറ്റൻസിറ്റി എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം റേഷ്യോസ് ഓഫ് ഇൻറ്റൻസിറ്റി. ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല, ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ I is equal to 4I0. I is equal to 4I0 cos square 5/2 ആണ്. So I is equal to 4I0 cos square 5/2. ഇനി ഇവിടെ I is equal to 4I0 ആണ് ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി. സോ ഞാൻ അതിനെ Imax എന്ന് വിളിച്ചു, ഇൻറ്റു കോസ് സ്ക്വയർ 5/2. ഓക്കെ, സോ I/Imax is equal to cos square 5/2. 5 ഓൾറെഡി നമുക്ക് π/3 എന്ന് കിട്ടിയതാണ്. സോ I/Imax is equal to 5 π/3 ആണ്. അപ്പോൾ 5/2 π/6 ആണ്. π/6 എന്ന് പറയുമ്പോൾ 30 ആണ്. സോ √3/2 the whole square. So the answer is 3/4. Yes, the answer is 3/4. π is equal to 3 എന്നാണ് എടുത്തത്. സോ പൈൻ്റെ വാല്യൂ 3.14 ആണ്. അപ്രോക്സിമേറ്റ്ലി 3 എന്ന് എടുത്തതേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രം. യെസ്, സോ ഇവിടെ നോക്കുക, ഏത് പോയിന്റിലെയും ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല I is equal to 4I0 cos square 5/2. 4I0 is Imax. So Imax into cos square 5/2. ഫൈൻ്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഫൈൻ്റെ വാല്യൂ ഇവിടെ സോൾവ് ചെയ്തപ്പോൾ π/3 കിട്ടി. ഇവിടെ 5/2 ആണ്. അപ്പോൾ π/6 ആണ്. അപ്പോൾ 30 ആണ്. cos 30 √3/2 ആണ്. cos square 30 3/4 ആണ്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ 3/4 എന്ന് കിട്ടി. സോ 3/4 എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ടിപ്പിക്കലി നമുക്ക് പല രീതിയിൽ ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. If an interference experiment is used by two wavelength close to each other, രണ്ട് wavelength closest to each other ഉപയോഗിക്കുന്നു. The fringe system remains distance up to a point on the screen when the nth order maxima of one wavelength falls on the nth order minima of other wavelength. അതായത് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതായത് സ്ക്രീനിനകത്തേക്ക് ഒരു ഇൻ്റർഫിയറൻസ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നു. രണ്ട് വേവ് ലെന്താണ് ഉപയോഗിക്കുന്നത്. λ1 λ2 എന്നുള്ള രണ്ട് വേവ് ലെന്ത് ഉപയോഗിക്കുന്നു. സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്താൽ അവർ പറയുന്നു ആ പോയിൻറ്റിൽ nth order of maximum of one wavelength falls on the nth order of the minimum of the other wavelength. അതായത് λ1 യൂസ് ചെയ്യുമ്പോൾ λ1 യൂസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് λ2 യൂസ് ചെയ്യുമ്പോൾ നാലാമത്തെ ഡാർക്ക് ഫ്രിഞ്ച് ഒരേ സ്ഥലത്ത് കോയിൻസൈഡ് ചെയ്യുന്നു. അതായത് λ1 യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും λ2 യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാലാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും ഒരേ സ്ഥലത്ത് കോയിൻസൈഡ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ 3ഉം 4ഉം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു നമ്പറാണ്. 3ഉം 4ഉം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്ന നമ്പറാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? nth ഓർഡർ മാക്സിമം ഓഫ് വേവ് ലെങ്ത്. അതും nth ഓർഡർ മാക്സിമം ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, y is equal to n lambda into capital D by small d. സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറി ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫോർമുലയാണ് n lambda into capital D by small d. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേവ് ലെന്ത് λ1 എന്ന് വിളിച്ചു.
ദിസ് ഈസ് വൈ. ഇതേ പോയിന്റിൽ തന്നെ വീണ്ടും ഒരു ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവുകയാണ്. സോ ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണ്? ഒന്നുകിൽ n+1/2 കൊടുക്കാം, അല്ലെങ്കിൽ n-1/2 കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം n-1/2 കൊടുത്തു. ഇൻറ്റു λ2 ഇൻറ്റു ക്യാപിറ്റൽ D ബൈ സ്മോൾ d. സോ n λ1 ഇൻറ്റു ക്യാപിറ്റൽ D ബൈ സ്മോൾ d. അടുത്ത് n-1/2 ഇൻറ്റു λ2 ഇൻറ്റു ക്യാപിറ്റൽ D ബൈ സ്മോൾ d. അതായത് സ്ക്രീനിൻ്റെ ഒരേ പോയിന്റിൽ തന്നെ ബ്രൈറ്റ് ഫ്രിഞ്ചും ഡാർക്ക് ഫ്രിഞ്ചും ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് കണ്ടീഷൻ കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റിൽ കണ്ടുപിടിക്കേണ്ടത് λ2 ഗ്രേറ്റർ ദാൻ λ1 എന്ന് പറയുന്നുണ്ട്. ദ ഓർഡർ n അപ് ടു. സോ വി ഹാഡ് ടു ഫൈൻഡ് ഔട്ട് ഓർഡർ n. സോ ഇത് വളരെ സിമ്പിളാണ്. ഇതേ ഒരേ പോയിന്റ് ആണല്ലോ, അപ്പോൾ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. d/d കട്ടായി പോവും. സോ n-λ1 is equal to n-1/2 ഇൻറ്റു λ2. യെസ്, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഏതാണ് എൻ്റെ ഓപ്ഷൻ? ഒരു സ്ക്രീനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിൽ λ1 ഉപയോഗിക്കുന്നു, λ2 ഉപയോഗിക്കുന്നു. λ1 ഉപയോഗിക്കുമ്പോൾ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടി. അത് എത്രാമത്തെയാണെന്ന് അറിയത്തില്ല. λ2 ഉപയോഗിക്കുമ്പോൾ അതേ പോയിന്റിൽ തന്നെ വേറൊരു ഡാർക്ക് ഫ്രിഞ്ചാണ് കിട്ടുന്നത്. സോ λ1 ആൻഡ് λ2 ഇക്വേറ്റ് ചെയ്തു, സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? n-λ1 is equal to n-1/2 ഇൻറ്റു λ2. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് n. എന്താണ് എന്നിൻ്റെ ആൻസർ? ഓപ്ഷൻ പറഞ്ഞാൽ മതി. യെസ്, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 എന്നാണ് കിട്ടുന്നത്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ 3 കിട്ടും. യെസ്, ഓപ്ഷൻ 3 ആണ് ആൻസർ. എല്ലാവരും കിട്ടിയോ? ക്ലിയർ ആണോ? ഇതൊരു ടിപ്പിക്കലി ആസ്ഡ് പാറ്റേൺ ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. യെസ്, n-λ1 is equal to n-1/2 ഇൻറ്റു λ2. ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. സോ നമുക്ക് ഇൻ്റർഫിയറൻസിൻ്റെ YDSC എക്സ്പെരിമെൻറ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ നെക്സ്റ്റ് പോകാൻ പോകുന്നത് പോളറൈസേഷൻ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പോളറൈസേഷൻ. സോ പോളറൈസേഷൻ എന്താണ്? പോളറൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആകുമ്പോൾ ആ ലൈറ്റിന് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി തരുന്ന ഒരാളാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ പ്ലെയിനുകളിലും ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ വൈബ്രേറ്റ് ഇൻ ഓൾ ദ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഈ ലൈറ്റിനെ, അങ്ങനത്തെ ലൈറ്റിനെ വിളിക്കുന്നവരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുന്നത് നമ്മൾ ലൈറ്റിനെ എന്ത് വിളിക്കും? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. സോ അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് ജനറലി നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറോയിഡിൽ കൂടെ കടത്തി വിടുമ്പോൾ, പോളറോയിഡ് ഈസ് എ ഡിവൈസ്, പോളറോയിഡിൽ കൂടെ കടത്തി വിടുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നേരെ പകുതിയാവും. അതായത് ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I ആണെങ്കിൽ ഇതിനെ നിങ്ങളൊരു പോളറോയിഡിൽ കൂടെ കടത്തി വിടുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഔട്ട് ഓഫ് ഇൻ്റർഫിയറൻസ്, പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ. ഇൻ്റർഫിയറൻസും പോളറൈസേഷനും ആണ് മോനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർഫിയറൻസ് ആൻഡ് പോളറൈസേഷൻ. സോ ഇൻറ്റൻസിറ്റി നേരെ പകുതിയാവും. സോ ഇതാണ് ഒരു പോളറോയിഡ് എന്നൊരു ഡിവൈസ് എങ്കിൽ ഈ പോളറോയിഡിൽ കൂടെ നിങ്ങൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുമ്പോൾ, മറക്കരുത്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നേരെ പകുതിയാവും. ഇതാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് എല്ലാ പ്ലെയിനിലും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പ്ലെയിനിലും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. പോളറോയിഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ ഇവൻ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. ഒരൊറ്റ പ്ലെയിനിൽ. ബാക്കിയുള്ള എല്ലാ പ്ലെയിനിലെയും വൈബ്രേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻറ്റൻസിറ്റി കുറയും. അതാണ് നമ്മൾ പോളറോയിഡ്, സൺഗ്ലാസ് വയ്ക്കുമ്പോൾ നമുക്ക് സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കട്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പോളറോയിഡിൽ കൂടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിട്ടാൽ
ഒരൊറ്റ പ്ലെയിനിൽ കൂടെയുള്ള മാത്രം വൈബ്രേഷനെ കടത്തി വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ പ്ലെയിനിലുള്ള വൈബ്രേഷൻസ് കട്ട് ഔട്ട് ചെയ്യുന്ന ഫിനോമിനയാണ് പോളറൈസേഷൻ. സോ ഇഫ് യു ഹാവ് an unpolarized light having intensity I and when you are passing this to a Polaroid, the intensity will be I by 2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The intensity will become I by 2. ഇനി അടുത്ത കാര്യം, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇതാണ് പോളറൈസ്ഡ് ലൈറ്റ്. ഇങ്ങനെ വരച്ചാൽ ഇത് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാനൊരു പോളറോയിഡിൽ കൂടെ കടത്തിവിടാൻ പോകും. ഒരു പോളറോയിഡിൽ കൂടെ കടത്തിവിടാൻ പോകും. സോ ഇങ്ങനെ ഒരു പോളറോയിഡിൽ കൂടെ കടത്തി വിട്ടു. ഇതാണ് പോളറോയിഡിൻ്റെ ആക്സിസ്. ഇത് പോളറോയിഡിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസ് ആണ്. ഈ ഗ്രീൻ ലൈനിൽ വരച്ചിരിക്കുന്നത് പോളറോയിഡിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസ് ആണ്. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്, പോളറൈസ്ഡ് ലൈറ്റ്. സോ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറോയിഡിൽ കൂടെ കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ വൈബ്രേഷൻസ് ട്രാൻസ്മിഷൻ ആക്സിസിന് പാരലായിരിക്കും. ഇങ്ങനെയായിരിക്കും. സോ ഇതായിരിക്കും. ഇങ്ങനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ വൈബ്രേഷൻ. അൺപോളറൈസ്ഡ് ലൈറ്റും ട്രാൻസ്മിഷൻ ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണ് ഇവിടെ. സോ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഐ ആണെങ്കിൽ ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഇവൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഐ കോസ് സ്ക്വയർ തീറ്റയാണ്. സോ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഐ കോസ് സ്ക്വയർ തീറ്റ. സോ ഇത് പോളറൈസ്ഡ് ലൈറ്റാണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട. അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഐ ആണെങ്കിൽ അതൊരു പോളറോയിഡിൽ കൂടെ കടത്തി വിടുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നേരെ പകുതിയാവും. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ല, ഇത് പോളറൈസ്ഡ് ലൈറ്റാണ്. പോളറൈസ്ഡ് ലൈറ്റിനെ പോളറോയിഡിൽ കൂടെ കടത്തി വിടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻസ് ട്രാൻസ്മിഷൻ ആക്സിസിന് പാരലായിരിക്കും. ഇതാണ് ഇവൻ്റെ ഒറിജിനൽ വൈബ്രേഷൻ. ഈ വൈബ്രേഷനും ട്രാൻസ്മിഷൻ ആക്സിസ് നമ്മൾ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വൈബ്രേഷൻസ് ഇങ്ങനെയുള്ളതായിരിക്കും. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ഐ കോസ് സ്ക്വയർ തീറ്റ. ഐ കോസ് സ്ക്വയർ തീറ്റ. സോ ദ ന്യൂ ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടൻറ്റ് ലൈറ്റ് ഈസ് ഐ ഡാഷ് ഈക്വൽ ടു ഐ കോസ് സ്ക്വയർ തീറ്റ. സോ പോളറൈസ്ഡ് ലൈറ്റ് ഐ ആണ്. പോളറോയിഡിൽ കൂടെ കടത്തിവിട്ടു. പോളറോയിഡിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസിന് പാരലായിട്ടായിരിക്കും ഇവരുടെ വൈബ്രേഷൻസ് പോകുന്നത്. ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും കട്ടാവും. ആ ഇൻറ്റൻസിറ്റി ഐ ഡാഷ് ആണ്. ഐ ഡാഷ് ഈക്വൽ ടു ഐ കോസ് സ്ക്വയർ തീറ്റ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മനസ്സിലാക്കണം, അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഐ ആണെങ്കിൽ പോളറോയിഡിൽ കൂടെ കടത്തിവിട്ടാൽ ഐ ബൈ 2. പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഐ ആണെങ്കിൽ അത് പോളറോയിഡിൽ കൂടെ കടത്തിവിട്ടാൽ അതിൻ്റെ ആൻസർ ഐ കോസ് സ്ക്വയർ തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? യെസ്. സോ പോളറൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ഈ ലോയുടെ പേര് മാലസ് ലോ എന്നാണ്. സോ മാലസ് ലോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോ അൺപോളറൈസ്ഡ് ലൈറ്റ് ഐ, ആഫ്റ്റർ വെൻ ഇറ്റ് പാസസ് ത്രൂ പോളർ ഇറ്റ് ബിക്കംസ് ഐ ബൈ 2. For a polarized light of intensity I, when it passes through an optical or a Polaroid, the intensity becomes I cos square theta. So നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. യെസ്, പോളറൈസേഷനിൽ കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് ഈ കാണുന്നത്. രണ്ട് പോളറോയിഡുകൾ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 2 പോളറോയിഡ്സ് ആർ ക്രോസ്ഡ് എന്നാണ് പറയുന്നത്. രണ്ട് പോളറോയിഡ് ക്രോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളറോയിഡ് ഇങ്ങനെ വെച്ചു, മറ്റൊരു പോളറോയിഡ് ഇങ്ങനെ വെച്ചു. അതാണ് ക്രോസിങ്ങിൻ്റെ അർത്ഥം. അതായത് ഒരു പോളറോയിഡിൻ്റെ ആക്സിസ് ഇതാണെങ്കിൽ മറ്റൊരു പോളറോയിഡിൻ്റെ ആക്സിസ് ഇങ്ങനെയാണ്. ഇഫ് വൺ ഓഫ് ദം ഈസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ 30 degree and the unpolarized light of intensity I0 is incident on the
first Polaroid, then the intensity of the transmitted light will be. So, we will see. First Polaroid. First Polaroid in the axis is this. This is Polaroid. First Polaroid in the axis is this. അടുത്ത പോളറോയിഡിൻ്റെ ആക്സിസ് ഇതാണ്. ഇങ്ങനെയാണ്. ഇത് പോളറോയിഡ് 1, ഇത് പോളറോയിഡ് 2. One of them is rotated through an angle 30 degree. An unpolarized light of intensity I0 is incident on the first Polaroid. So, unpolarized light of intensity I0 is incident on the first Polaroid. So, first Polaroid il konduvannu idikkunna intensity. First Polaroid il idu 30 degree rotate cheyunu parayunnundu. Alle? So, idu 30 degree rotate cheyidu. First Polaroid il konduvannu idikkunna intensity I0 aanu. പക്ഷേ അത് unpolarized ആണ്. Unpolarized ഒരെണ്ണത്തിൽ കൂടെ കടന്നു പോയാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? പകുതിയാണ്. അപ്പോൾ ഒറിജിനൽ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ, so this is unpolarized light. So this is unpolarized light. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണ്. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര വരുമെന്നാണ് പറഞ്ഞത്? I0/2 വരും. I0/2. പക്ഷേ ഇത് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസ്. സോ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ആൻസർ എത്രയാണ്? I0/2. ഇത് നേരെ ഇങ്ങനെ വരും. ഇതിനകത്ത് വരും. ഇതിങ്ങനെ വരുമ്പോൾ നോക്കിയേ, ഈ പോളറോയിഡ് എത്ര കറക്കി? 30 കറക്കി. സോ ഈ ആംഗിൾ എത്രയാണ്? 30. പക്ഷേ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ വൈബ്രേഷനും പുതിയ പോളറോയിഡും തമ്മിലുള്ള ആംഗിൾ ഇതാണ്. അപ്പോൾ ഇതെത്രയാണ്? എല്ലാവരും പറ, എത്രയാണ്? ഫസ്റ്റ് അൺപോളറൈസ്ഡ് ലൈറ്റാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്? I0. അതൊരു പോളറോയിഡിൽ കൂടെ കടത്തി വിട്ടാൽ നേരെ പകുതിയാവും. സോ അതിൻ്റെ ആൻസർ I0/2. പക്ഷേ ആദ്യം പോളറോയിഡ് ക്രോസ്ഡ് ആണ്. സോ ഒരെണ്ണം Y ആണെങ്കിൽ ഒരെണ്ണം X. പിന്നെ ഈ പോളറോയിഡ് 30 ഡിഗ്രി കറക്കി. സോ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലൈറ്റുകൾ ഇതാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി I0/2. ഈ ലൈറ്റാണ് അടുത്ത പോളറോയിഡിൽ കൂടെ പാസ് ചെയ്യുന്നത്. പക്ഷേ ആ പോളറോയിഡിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസ് എന്ന് പറയുന്നത്, ആ പോളറോയിഡിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസ് ഇതാണ്. സോ വൈബ്രേഷനും ആക്സിസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? യെസ് പറയൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ് ആംഗിൾ? 30 ഡിഗ്രി ആണോ 60 ഡിഗ്രി ആണോ? ഇത് 30 ഡിഗ്രി കറക്കി. ഇവൻ പുറത്തേക്ക് വരുന്നു. അവനും അടുത്ത പോളറോയിഡിൻ്റെ ആക്സിസും തമ്മിലുള്ള ആംഗിൾ 30 or 60. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 30 ഡിഗ്രി or 60 ഡിഗ്രി? യെസ്, 60 ഡിഗ്രി കറക്റ്റ് ആണ്. 60 ഡിഗ്രി, യെസ്. സോ രണ്ടാമത്തെ പോളറോയിഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രി കറക്റ്റാണ്. സോ ഇതാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I' ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി പകുതിയായി, I0/2. സോ ദ ആൻസർ ഈസ് I0/2 ഇൻറ്റു cos square 60. I0/2 ഇൻറ്റു cos square 60. യെസ്, cos square 60 1/4 ആണ്. സോ I0/2 ഇൻറ്റു 1/4. സോ ആൻസർ ഈസ് I0/8. ആൻസർ ഈസ് I0/8 ആണ് ആൻസർ. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4. ഇത്രയേ ഉള്ളൂ പോളറൈസേഷൻ്റെ കൺസെപ്റ്റ്. യെസ്, കറക്റ്റ്. യെസ്, സോ ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ തിയറിയും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അതിൻ്റെ ഹാർഡ് കോർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കുറച്ചുകൂടെ നിങ്ങൾക്ക് സെറ്റ് ആവും. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ വൈൻഡിങ് സ്റ്റേജിലേക്ക് വരുന്നു. നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. സോ ക്രിസ്മസ് ആണ് നാളെ. സോ ഐ വിഷ് യു എവരി വൺ മെറി ക്രിസ്മസ് ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.